ഇവിടെ ഈ യജ്ഞമണ്ഡപത്തിൽ നിശ്ചയിക്കപ്പെട്ട പ്രഭാഷണം കേൾക്കുവാൻ വന്നു ചേർന്ന എൻ്റെ കുടുംബാംഗങ്ങളായ ബന്ധുജനങ്ങളായ എല്ലാവർക്കും വളരെ പ്രേമപൂർണമായ നമസ്കാരം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരവധി തരത്തിലുള്ള കർമ്മങ്ങൾ, ആചരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിനങ്ങനെ എണ്ണമൊന്നുമില്ല, ധാരാളം എന്നേ പറയാൻ പറ്റും. എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിച്ചാലും പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. അമ്മ അച്ഛൻ ചെയ്യുന്നത് കണ്ട് അതങ്ങനെ ചെയ്തു വരുന്നു. ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്താ? അതിനും പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. ചെയ്തില്ലെങ്കിൽ വഴക്ക് കേൾക്കുമായിരുന്നു, അതുകൊണ്ട് ചെയ്തു. ചെയ്തില്ലെങ്കിൽ ഈശ്വര കോപമുണ്ടായാലോ, അതുകൊണ്ട് ചെയ്യുന്നു. ചെയ്യേണ്ടതല്ലേ, അതുകൊണ്ട് ചെയ്യുന്നു. എന്തിനാണ് ഇത്തരം ആചരണങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന ഒരു ബോധ്യം കൂടി നമുക്കുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഒരു ലാഭം കറൻസി അല്ല, ജീവിതത്തിൽ ഒരു ലാഭം നമുക്ക് ലഭിക്കും. അപ്പോൾ എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം? അപ്പം അതിനെ സംബന്ധിച്ച് നിത്യവും ചെയ്യേണ്ട ചില കർമ്മങ്ങൾ, നിത്യകർമ്മങ്ങൾ, ഇതാണ് പറയാൻ എൻ്റെ മനസ്സിലുള്ള വിഷയം. ആ വിഷയം പൂർണ്ണമായും പറയാൻ സാധ്യമല്ല. പറയണമെങ്കിൽ ചുരുങ്ങിയതൊരു 20 മണിക്കൂർ വേണം. അപ്പം ആ വിഷയത്തിൻ്റെ ഒരു 10% കാര്യം പറയാം. പിന്നെ എന്തെങ്കിലും ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്ത 10 പറയാം. അങ്ങനെ 10 കൊല്ലം കൊണ്ട് പറയാം. നമ്മളൊക്കെ കേൾക്കാനുണ്ടെങ്കിലും പറയാനും പറയുന്ന ആളുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും അതിനൊരു തുടക്കം വെച്ച് നമുക്ക് ആ വിഷയത്തെ ഒന്ന് പതുക്കെ പഠിക്കാം. 4 കർമ്മങ്ങളാണ് ആകെ നമുക്ക് ചെയ്യാനുള്ളൂ. 4-ലധികമൊന്നുമില്ല, 4 കർമ്മം. 4 കർമ്മങ്ങളിൽ ഒന്നാമത്തെ കർമ്മത്തിൻ്റെ പേര് നിത്യകർമ്മം എന്നാണ്. പേര് കേട്ടാൽ അറിയാം, എന്നും ചെയ്യേണ്ടതെന്തോ അത് നിത്യകർമ്മം. മുടക്കം ഒരിക്കലും വരാൻ പാടില്ലാത്ത കർമ്മം ഏതോ അതിൻ്റെ പേര് നിത്യകർമ്മം. അപ്പൊ എന്നും ചെയ്യണം. ഈ എന്നും ചെയ്യണം എന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാവും പലർക്കും. അപ്പൊ അവര് ചെറിയൊരു സംശയത്തോടു കൂടി ചോദിക്കും, അല്ല അതിപ്പോ ഈ ഞായറാഴ്ച ചെയ്യണോ എന്ന് ചോദിക്കും. ചിലര് ചോദിക്കും, ഓണം വന്നാൽ വേണോ, വിഷുവിന് വേണോ, ഏകാദശി വന്നാൽ വേണോ, ഉത്സവം വന്നാൽ വേണോ, തിരുവാതിര വന്നാൽ വേണോ, ഇങ്ങനെ വിശേഷ അവസരങ്ങളിലൊക്കെ ഇത് ചെയ്യണോന്ന് ചിലപ്പോൾ ചോദിക്കും. ഇനി എന്ത് വിശേഷ അവസരം വന്നാലും എന്ത് സംഭവിച്ചാലും നിത്യകർമ്മങ്ങൾ ചെയ്യണം. അതിന് മുടക്കം വരാൻ പാടില്ല. ഞായറാഴ്ചയും ചെയ്യണം. ഇപ്പൊ ചിലരുടെയൊക്കെ വിചാരം ഞായറാഴ്ച ദിവസം ഒന്നും ചെയ്യണ്ട, സൺഡേ ഹോളിഡേ ആണ് എന്നൊരു വിചാരം എങ്ങനെയോ വന്നുപോയി. ഇതെങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ അതൊരു ബോധപൂർവമായ ശ്രമമാണ്. 1893 ചിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിവേകാനന്ദ സ്വാമികൾ പോയത് നമുക്കറിയാം. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി പോയതാണ്. അവർ ക്ഷണിച്ചിരുന്നൊന്നുമില്ല. പക്ഷെ ഭാരതത്തിൽ നിന്ന് സ്വാമിജി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ 3 ദിനരാത്രം തപസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തോന്നിയ, സാക്ഷാൽ ദേവി തോന്നിച്ച, അദ്ദേഹത്തിന്റെ ഠാക്കൂർ ആ ശ്രീരാമകൃഷ്ണ പരമഹംസം തോന്നിപ്പിച്ചതായിരിക്കണം മതസമ്മേളനത്തിൽ പങ്കെടുക്കണം. ഉദ്ദേശം ബ്രിട്ടനായിരുന്നു, പക്ഷെ അമേരിക്കയിൽ എത്തിച്ചേർന്നു. ഏതായാലും ആ മതസമ്മേളനം വളരെ ബോധപൂർവം ചെയ്ത ഒന്നായിരുന്നു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വർഷം 400 ഏക്കർ സ്ഥലത്ത് വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നടന്ന ആ പരിപാടിയിൽ ഒന്നായിരുന്നു മതസമ്മേളനം. അപ്പൊ ധാരാളം പരിപാടികളുണ്ട്. ആ പരിപാടിയിലാണ് സ്വാമിജി പോയത്. ആ പരിപാടി നടത്തിയത് അമേരിക്കക്കാരനാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാത്തലിക്കാണ്. ലോകത്തിലെ സർവ മതങ്ങളുടെ സ്ഥാപകന്മാരോ അതിൻ്റെ വക്താക്കളെയും വിളിച്ചു വരുത്തുക, അവരവരുടെ മതത്തിന്റെ ശ്രേഷ്ഠത പറയുക. ഇത് പറയുമ്പോഴും സംഘടിപ്പിക്കുന്നവർക്കൊരു ഉദ്ദേശം ഉണ്ടാകുമല്ലോ. ഏതായാലും ആ ഉദ്ദേശം അവർ മനസ്സിൽ വെച്ചു. ആ പരിപാടിയുടെ ഇടയിൽ അവർ ആ ഉദ്ദേശത്തിന് കൂടുതൽ സഹായകരമാകുന്ന തരത്തിൽ ചില പേപ്പറുകൾ അവതരിപ്പിക്കും.
നമ്മൾ ഈ പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുക എന്ന് പറയുന്ന പോലെ ചില പേപ്പർ അവതരിപ്പിക്കും. അത്തരം പേപ്പറുകൾ 192 ഈ 192 162 പേപ്പറും ക്രിസ്തു മത പ്രാമുഖ്യമുള്ളതായിരുന്നു. ബാക്കി 30 മതേതരത്വം പുലരാൻ ചിലതൊക്കെ മാറ്റിയും വെച്ചു. ഈ 162 ഒരു പേപ്പറിന്റെ പേരാണ് സൺഡേ ഹോളിഡേ. മനസ്സിലാക്കണേ, 1893 വ്യക്തമായ ഒരു അജണ്ടയുടെ പുറത്ത് ഞങ്ങളുടെ ദൈവം 6 ദിവസം ലോകത്തെ സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ച ദൈവം ഒരു ദിവസം വിശ്രമിച്ചു. അതുകൊണ്ട് ലോകം മുഴുവൻ ഞങ്ങളുടെ പാത പിന്തുടരണം. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തെ പിൻപറ്റി ലോകം ജീവിക്കാനുള്ള ഒരു വലിയ അജണ്ടയെ, ആ അജണ്ടയുടെ ഭാഗമാണ് സൺഡേ ഹോളിഡേ. നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെ തന്നെ സ്വീകരിച്ചു. ഞായറാഴ്ച ദിവസം ശനിയാഴ്ച വരെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടാവും. ഞായറാഴ്ചയാകുമ്പോൾ അമ്മ പറയും, നാളെ കുറേ സമയം കിടന്നുറങ്ങിക്കോളൂ, നേരത്തെ ഒന്നും എഴുന്നേക്കണ്ട. എന്തിനാ അമ്മ അത് പറഞ്ഞത്? അമ്മയ്ക്ക് കിടന്നുറങ്ങണം. അല്ലാത്ത ദിവസം അമ്മയ്ക്ക് ഉറങ്ങാൻ നിർവാഹമില്ല. കുട്ടികൾ തല ഉയർത്തിയാൽ തന്നെ ആ തല പിടിച്ച് താഴ്ത്തിയിട്ട് പറയും, കിടക്ക് കിടക്ക് ഉറങ്ങൂ എന്ന് പറയും. തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ അമ്മയും മോളും തമ്മിൽ യുദ്ധമാണ്. ഇതിനെ ഒന്ന് വിളിച്ചാൽ എഴുന്നേൽക്കില്ല. അതങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കേ എടുത്ത് പൊക്കി വെള്ളത്തിലൊക്കെ മുക്കിയിട്ടാണ് പറഞ്ഞു വിടുക. കുട്ടികളിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവത്തെ അത് തുടർച്ചയായി കുഞ്ഞുങ്ങൾ ചെയ്തു വന്നാൽ അത് സ്വഭാവമാണ്. ഈ തുടർച്ചയെ സൺഡേ ഹോളിഡേ ആണെന്നും പറഞ്ഞ് നമ്മൾ അവിടെ തല്ലിക്കെടുത്തി ആ പൊടമങ്ങ് അടിച്ചൊടച്ച് കളയും. എന്നിട്ട് തിങ്കളാഴ്ച യുദ്ധം, ചൊവ്വാഴ്ച കുഴപ്പമില്ല, ബുധനാഴ്ച ശരിയായി, വ്യാഴം സന്തോഷം, വെള്ളി സന്തോഷം, ശനി സന്തോഷം, ഞായറാഴ്ച അത് കളയും. തിങ്കളാഴ്ച യുദ്ധം. കുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു സ്വഭാവം ഉണ്ടാവുക? കുട്ടികൾക്ക് എന്നല്ല, ലോകത്തിൽ എല്ലാവർക്കും നല്ല സ്വഭാവങ്ങൾ ഉണ്ടാകുക തുടർച്ചയായി ഒരു കാര്യം ചെയ്യുക, ആ കാര്യത്തിൽ ലോപം സംഭവിക്കാതെ കൃത്യസമയത്ത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്ത് അത് സ്വഭാവമായി മാറും. അതിന് ഏതെങ്കിലും വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഭാഗ്യമുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. ഈ സ്ഥിര സ്വഭാവം കുട്ടികൾക്ക് ഇല്ലാത്തതിന്റെ പ്രധാന കാരണം 2 പേരാണ്, അമ്മ അച്ഛൻ. എന്നിട്ട് ഇവരുണ്ടല്ലോ കുറെ കഴിഞ്ഞ കുട്ടികളെ കുറ്റം പറയും. എന്ത് ചെയ്യാൻ പറ്റും? പാവം പിടിച്ച കുട്ടികള് എല്ലാത്തിനും കുറ്റാണ്. ഈ വളർത്തുദോഷം എന്ന് പറയുന്നത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ വെറുതെ ഇരുന്നൊരു 200 പേജിന്റെ പുസ്തകം ഞാൻ തരാം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണം. എന്നിട്ടൊന്ന് ആലോചിക്കണം, ഇത് എവിടെയായിരുന്നു പ്രശ്നം എന്നൊന്ന് ആലോചിക്കണം. കുട്ടികളുടെ ആണെങ്കിൽ കുട്ടികളുടെ അത് അഡ്മിറ്റ് ചെയ്യണം. പാരൻസിന്റെ ആണോ നമ്മൾ ആലോചിക്കണം. ഏതായാലും ഹിന്ദു ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ, വൈദിക ധർമ്മത്തിൽ ഹോളിഡേ എന്നൊരു സങ്കല്പം ഇല്ല. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ എല്ലാ ദിവസവും ഒരേപോലെ കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ചയും ചെയ്യണം, വിഷുവും ഓണവും വന്നാലും ചെയ്യണം, ഷഷ്ടിയും പൂരവും ഉത്സവം വന്നാൽ ചെയ്യണം. എല്ലാ ദിവസവും ചെയ്യേണ്ട കർമ്മത്തിന്റെ പേരാണ് ഒന്നാമത്തത് നിത്യകർമ്മം. ശരി. രണ്ടാമത്തെ കർമ്മം നൈമിത്തിക കർമ്മം എന്ന് പറഞ്ഞു നോക്കൂ. നൈമിത്തികം. എന്താ നൈമിത്തികം? നിമിത്തം വന്നാൽ ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. സുഖം. അപ്പൊ ഇതെന്നും ചെയ്യേണ്ടതാണോ? അല്ല. ചില കർമ്മങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ, ചില കർമ്മങ്ങൾ 2 പ്രാവശ്യം, ചിലത് ആജീവനാന്തം ചെയ്യേണ്ടതൊന്നുമില്ല. ചിലപ്പോൾ എല്ലാ മാസവും ചെയ്യേണ്ട ചില കർമ്മം വരും. ഏതെങ്കിലും ഒരു നിമിത്തം ജീവിതത്തിൽ വരുന്ന സമയത്ത് വന്നു ചേരുന്ന കർമ്മങ്ങളെ ഏറ്റവും ഭംഗിയായി ചെയ്താൽ ആ കർമ്മത്തിന്റെ പേരാണ് നൈമിത്തികം. ചില ഉദാഹരണങ്ങൾ നോക്കൂ, അപ്പൊ മനസ്സിലാവും. ഒരു കുഞ്ഞ് ജനിച്ചേ അപ്പൊ ഒരു നിമിത്തായി. ഈ കുഞ്ഞിന് പേരിടണം, നാമകരണം. ഇല്ലേ? എത്രാമത്തെ ദിവസം? എത്രാമത്തെ ദിവസമാണ് ഒരു കുഞ്ഞിന് പേരിടുക? ഈ 28 എന്നുള്ളത് നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ, എവിടെയാണ് പറഞ്ഞത് 28 എന്ന്? വൈദികമായി
നാമകരണം 11-ാം ദിവസം. സംശയമുള്ളവർ ഭാഗവതം എടുക്കുക. കൃഷ്ണൻ ജനിച്ചു. കൃഷ്ണന് 11-ാമത്തെ ദിവസം ഗർഗ്യമാമുനി വന്ന് കൃഷ്ണൻ എന്ന് പേരിട്ടു. സംശയമുള്ളവർ രാമായണം എടുക്കുക. രാമന് 11-ാമത്തെ ദിവസം നാമകരണം ചെയ്തു. 10 ദിവസം വേണം പ്രാണൻ ഉറയ്ക്കാൻ. അപാന ഉദാന വ്യാന സമാനാദികളായ പ്രാണനടക്കം 5 പ്രാണനും 5 ഉപപ്രാണനും ഉറയ്ക്കാൻ 10 ദിവസം. എന്നാലും പ്രാണൻ ഉറച്ചു എന്നൊരു ഉറപ്പില്ലേ, എപ്പോഴെങ്കിലും. എന്നാലും ഒരു കുട്ടി ഉണ്ട് എന്ന് പറയാൻ 10 ദിവസം കഴിയണം. അതുവരെ കുട്ടി ഉണ്ടോ എന്ന് പോലും ചോദിക്കരുത്. കാണാനും പോകരുത്. 10 ദിവസം കാണാൻ പോകരുതേ, പോരുത്. 10 ദിവസം കഴിഞ്ഞാൽ ഉണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഉണ്ട്. അപ്പോൾ 11-ാമത്തെ ദിവസം നാമകരണം. ധന്യമരണത്തെ സംബന്ധിച്ചും 10 ദിവസം എല്ലാ ആചരണവും 11, 12 കഴിഞ്ഞു. ഇനി ഇത് പറ്റിയില്ല എന്നിരിക്കട്ടെ. അത് പറ്റിയില്ലെങ്കിൽ ഒരു നക്ഷത്രമാസം കഴിഞ്ഞാൽ, നക്ഷത്രം എത്രയാ? 27. അപ്പോൾ തൊട്ടടുത്ത ദിവസം പേരിടാം. അങ്ങനെയാണ് 28 എന്നുള്ള സംഖ്യ ഉണ്ടായി. നക്ഷത്രം 28 ആയിരുന്നെങ്കിൽ 29 ഉണ്ടായത്. നക്ഷത്രം 27, പൂർണ്ണ നക്ഷത്രം 27 എന്നുള്ളത് കൊണ്ട് തൊട്ടടുത്ത ദിവസം നാം പേരിട്ടു. ഇനി ചിലരോ 2-28 ചേർന്നാലേ പേരിടുള്ളൂ. അപ്പൊ 56. 56. ഇപ്പൊ നോക്കൂ, പേരിടണ്ടേ? പേരിടണം. എന്ത് പേരിടും കുട്ടികൾക്ക്? എന്ത് പേരിടും? നല്ല പേരിടും. എന്ത് നല്ല പേര്? സ്കൂളില് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ എന്നെ 1ാമത് വരില്ല എന്ന് അച്ഛനമ്മമാർക്ക് അറിയാം. നമ്മുടെ സ്വഭാവമല്ലേ. അതുകൊണ്ട് എ വെച്ച് വേണം. ശരി, അങ്ങനെയാണ് പേരിട്ട്. ഒരു നല്ല പേരിട്ട് ഒരു അച്ഛനെ അറിയാം. അദ്ദേഹം അമ്മയുടെ ഗർഭത്തിൽ കുട്ടി ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം ഗൾഫിൽ പോയി. അദ്ദേഹം 2-3 വർഷം വന്നില്ല. അപ്പൊ കുട്ടി ജനിച്ച സമയത്ത് അച്ഛൻ ഗൾഫിലാണ്. അപ്പൊ ഈ അദ്ദേഹത്തിനൊരു ആഗ്രഹം, തന്റെ കുഞ്ഞ് ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ഒന്ന് ഓർക്കാനായിരിക്കും ഡേറ്റ് വെച്ച് കുഞ്ഞിന് പേരിടണം. കുഞ്ഞ് ജനിച്ചത് മെയ് മാസം 2-ാം തീയതിയാണ്. അപ്പൊ കുഞ്ഞിന്റെ പേര് മേട്ടു. എന്താ പേര്? മേട്ടു. നല്ല പേരല്ലേ? ശരി. മറ്റൊരു കുഞ്ഞ് തൊട്ടടുത്ത് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ അവിടെ 3 പെൺകുഞ്ഞുങ്ങളാണ്. 3ാമത്തെ പെൺകുഞ്ഞായിട്ടാണ് ആ കുഞ്ഞ് ജനിച്ചത്. കുഞ്ഞ് ജനിച്ചു എന്ന് കേട്ടപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന പത്മനാഭൻ മാഷും സാവിത്രി ടീച്ചറും കൂടി കാണാൻ ചെന്നു ഹോസ്പിറ്റലിൽ. ചെന്ന ഉടനെ അവർ ആദ്യത്തെ ചോദ്യം ചോദിച്ചു, എന്ത് കുഞ്ഞാ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, പെൺകുഞ്ഞാണ്. അപ്പോൾ അനിഴമാണ് നക്ഷത്രം അല്ലേ? അതെ, അനുരാധ എന്ന് പേരിട്ടാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ചോദിച്ചു, എന്താ കാരണം? അനിഴം നക്ഷത്രത്തിന്റെ സംസ്കൃത നാമമാണ് അനുരാധ. അനിഴം നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ അനുരാധ എന്ന പേരിടാൻ പറ്റും. ദേവതിക്ക് രേവതി പോലെ, അശ്വതിക്ക് അശ്വതി പോലെ അനിഴം നക്ഷത്രത്തിന്റെ സംസ്കൃത നാമമാണ് അനുരാധ. നല്ല പേരല്ലേ? നല്ല പേരാണ്. ഇപ്പൊ എന്താ ചിരിക്കാതെ? നേരത്തെ വേട്ടുവിനെ പറഞ്ഞപ്പോ ചിരിച്ചില്ലേ? ഈ അനുരാധയെ പറഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചില്ലല്ലോ. മറിച്ച് ആ വന്ന ചിരി സന്തോഷം കൊണ്ടാണ്. ആഹാ, അത്ഭുതം കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടോ? അയ്യോ, വരട്ടെ അടുത്ത. അല്ലെങ്കിൽ മക്കൾക്ക് എൻ്റെ ഏതായിരിക്കുമോ, അപ്പൊ എൻ്റെ നാളിൻ്റെ എന്തായിരിക്കും? ഇങ്ങനെയല്ലേ നമ്മൾ ആലോചിച്ചു. മേട്ടുവിനെ ഞാൻ നിങ്ങൾക്ക് വിളിച്ചു തന്നാലും നിങ്ങൾ പറയും, സുഹൃത്തെ ആ പേര് ഞങ്ങൾക്ക് വേണ്ട. അനുരാധയെ നിങ്ങൾ പിടിച്ചു വാങ്ങും. എന്തേ മേട്ടുവിനെ തന്നിട്ട് നിങ്ങൾ വാങ്ങാഞ്ഞത്? അനുരാധ എന്തുകൊണ്ടാണ് തേടി പിടിക്കുന്നത്? മേട്ടു അവരുടേതാണ്, അനുരാധ നമ്മുടേതാണ്. അനുരാധ നമ്മുടെ സംസ്കാരമാണ്, മേട്ടു അവരുടെ സംസ്കാരമാണ്. അപ്പൊ സംസ്കാരം എന്തും സ്വീകരിക്കാൻ നമുക്ക് മനസ്സുണ്ട്. കാരണം നല്ലത് എന്ന് നമുക്ക് തോന്നി, അഭിമാനം തോന്നി, പാരമ്പര്യമുണ്ട്, അതിനൊരു പൂർണ്ണതയുണ്ട്. അപ്പൊ സന്തോഷമായി. അപ്പൊ കുട്ടികൾക്ക് പേരിടുക എന്നത് വീടിനോ ടൂത്ത് പേസ്റ്റിനോ നമ്മൾ ഏതെങ്കിലും ഒരു അങ്ങനെ ഇടേണ്ട ഒന്നല്ല. പേര് എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് സാമൂഹ്യ വ്യക്തിത്വമായി എന്ന് നമ്മൾ ആ കുഞ്ഞിനെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താനാണ് പേര്. വീട്ടില് പേരിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ എന്തൊക്കെയാ വിളിക്കണത്? ഇല്ലേ?
ഭർത്താവിന് പല പേരില്ലേ? ഏയ്, ഓയ്, നിങ്ങൾ അവിടെ ഉണ്ടോ, ഇല്ല, എങ്ങനെയൊക്കെയല്ലേ? അപ്പൊ എത്ര പേരാ? വീട്ടിൽ വിളിക്കാൻ വല്ല പേരിന്റെ ആവശ്യമില്ല, ഒരു പേരിന്റെ ആവശ്യമില്ല. അപ്പൊ പേര് ആർക്കാ? സമൂഹത്തിന് വിളിക്കാനാണ്. ഒരു കുഞ്ഞ് ഒരു സാമൂഹ്യ വ്യക്തിത്വമായി, അപ്പോൾ സമൂഹത്തിൽ അവനെ തിരിച്ചറിയാൻ അവനൊരു ഐഡന്റിറ്റി വേണം. അതിനു വേണ്ടിയിട്ട് പേരിടും. ശരിയല്ലേ? അപ്പോൾ ആ പേര് സമൂഹം വിളിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് സുഖമായി വിളിക്കാൻ പറ്റിയ പേരായിരിക്കണ്ടേ? ആ പേരിന് അർത്ഥമുണ്ടായിരിക്കണ്ടേ? ആ പേരിന് നമ്മുടെ പാരമ്പര്യവുമായിട്ട് ബന്ധമുണ്ടാവണ്ടേ? ആ പേര് വിളിക്കുന്ന മാത്രയിൽ മറ്റുള്ളവരുടെ മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകണ്ടേ? ഈ കുഞ്ഞിന് ആ പേര് വിളി കേൾക്കുന്ന സമയത്ത് ഒരു അഭിമാനം ഉണ്ടാകണ്ടേ? ഇങ്ങനെയാണോ നാം കുട്ടികൾക്ക് പേരിടുന്നത്? ഗൂഗിൾ ദൈവത്തിനോട് ചോദിക്കും, എന്താണ് പേര്? ഇത് പുറത്തൊന്നും വന്നിട്ടില്ല. അതിനു മുമ്പേ പേര് കണ്ടുപിടിച്ച വിദ്വാൻമാരും വിദ്യാർത്ഥികളൊക്കെയാണ് നമ്മൾ. ഇത് പുറത്ത് വരുമോന്നും പോലും അറിയില്ല. ഇനി വന്നാൽ ജീവൻ ഉണ്ടാവുമെന്നും അറിയില്ല. എന്നാൽ ഈശ്വരനെ വെല്ലുവിളിച്ച് നമ്മൾ ഗൂഗിൾ ദൈവം, ആ ദൈവത്തിനോട് ചോദിക്കും. അപ്പൊ ഒരു പേരിട്ടു, എന്തോ ഒരു പേര്. ഇതെന്തത്? കടൽ എന്ന അർത്ഥം. ആരാ പറഞ്ഞേ? ഗൂഗിള് പറഞ്ഞതാ. ഓ, ഗൂഗിള് പറഞ്ഞ എന്തു എഴുതിയിടാൻ കുഴപ്പമില്ല. ഇപ്പൊ വിക്കിപീഡിയ അറിയാലോ, നമ്മുടെ അല്ല, അവന്റെ. അവൻ പലതും എഴുതി. അതില് ദശരഥന് പെൺകുഞ്ഞുണ്ട്. ഏതിലുണ്ട്? രാമായണത്തിലില്ല. രാമായണത്തിലില്ല. പിന്നെ ഏതിലുണ്ട്? വിക്കിപീഡിയയിലുണ്ട്. വിക്കിപീഡിയ എന്ന് ജനിച്ചു, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. രാമായണം എന്ന് ജനിച്ചു 7000 വർഷം മുൻപ് വാൽമീകി മാമുനി എഴുതിയ തന്റെ ആദർശ കഥാപാത്രത്തിന്റെ ആ ചരിതത്തിൽ ദശരഥന് പെൺമക്കളില്ല, ദശരഥന് മക്കളേയില്ല. 60 വയസ്സായപ്പോ മക്കളെ പറ്റി ചിന്തിച്ചു. ആ ചിന്തിച്ച് അദ്ദേഹത്തിന് പെൺകുഞ്ഞുണ്ടെന്ന് വരെ പറഞ്ഞ് അത് ഒന്നും ചിന്തിക്കാതെ പറഞ്ഞ് നടന്നവന്റെ പേരാണ് ഹിന്ദു. ഇവനാണ് ഹിന്ദു. ആ നോണി പറയില്ല. രാമായണത്തിൽ ഇല്ല കേട്ടോ, രാമായണത്തിൽ ഇല്ല. സംശയം വേണ്ട, ഒരു സംശയവും വേണ്ട. ആരോട് വേണമെങ്കിലും ഉച്ചത്തിൽ പറഞ്ഞോളാം. ശരി, പേര് വലിയൊരു പാരമ്പര്യമാണ്. നല്ല പേരിടുക. ഏത് പേരിട്ടോ ആ പേര് കുഞ്ഞുങ്ങളെ വിളിക്കണം. ദയവ് ചെയ്യും നല്ല പേരിടും. അദ്വൈത, അനുരാധ, ശ്രീവിദ്യ, മീനാക്ഷി, ശ്രീ പാർവതി, നല്ല നല്ല പേരുകൾ. യദു കൃഷ്ണ, മുരളി കൃഷ്ണ, ദേവനന്ദ, എന്തൊക്കെ നല്ല പേരുകളാ. എന്നിട്ട് കുട്ടികളെ വീട്ടിൽ വിളിക്കണതോ ഗുട്ടു, ബുട്ടു, സുട്ടു, ടുട്ടുട്ടു. കുട്ടികളുടെ പേരാ. പിന്നെ എന്തിനാ നിങ്ങൾ പേരിട്ടത്? ദയവ് ചെയ്ത് ഈ പെറ്റ്നെയിം എന്നുള്ള ഈ ഓമന പേര് കൂടി ദയവ് ചെയ്ത് നിർത്തണം. എന്നാ പിന്നെ പേരിടരുത്. ഏത് പേരിട്ടോ ആ പേര് വിളിക്കണം. അല്ല ഓമന പേര്, എന്നാ പിന്നെ നിങ്ങൾ ഓമന പേര് വിളിച്ചോളൂ. ഓമന പേര് വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം വിളിക്കണം. അപ്പോൾ പുറത്തു നിന്ന് ഒരാൾ ആ വീട്ടിൽ വന്നാൽ കുട്ടിയുടെ യഥാർത്ഥ നാമം വിളിക്കണം. നിങ്ങൾ നാളെ പരിസരത്തെ ഓർക്കാതെ ഒരു പൊതുസഭയിൽ നിന്ന് നമ്മുടെ മോളെ മാളു എന്ന് പറഞ്ഞ് വിളിച്ചു എന്നിരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൾ ഉയർന്നു. മാറുന്ന കാലം, ആ കാലത്തെ മറ്റു വിദ്യാർത്ഥികൾ ആ പേര് കേട്ട ചിരിക്കും. ചിരിച്ചാൽ അവളുടെ ഉള്ളിൽ ഒരു അപകർഷതാ ബോധമുണ്ടാകും. എന്റെ നാമം കളിയാക്കപ്പെടേണ്ട ഒന്നാണോ? അതുകൊണ്ട് പൊതുസഭയിൽ ആ കുഞ്ഞ് പിന്നെ ചെല്ലില്ല. ആ കുഞ്ഞിന്റെ ഉള്ളിൽ നമ്മൾ പോലും മനസ്സിലാക്കാത്തൊരു വേദന വരും. ഈ വേദന കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ദയവ് ചെയ്ത് ഇട്ട പേര് വിളിച്ചു. ഇനി അല്ല ഓമന പേര് നിങ്ങൾ മാത്രമുള്ളപ്പോൾ വിളിച്ചു. എന്ത് പേരിട്ടോ ആ പേര് വിളിക്കണം. ആ പേരിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിക്കോളൂ. ലോകത്തിൽ എല്ലാവരും വിളിക്കുന്ന ഒരു പേരുണ്ട്, കണ്ണൻ. എല്ലാ കാമുകിയും അല്ലെങ്കിൽ കാമുകിയുടെ ഭാവമുള്ള എല്ലാവരും തൻ്റെ കാമുകനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ പേരാണ്. അല്ലെങ്കിൽ പറയട്ടെ, ഇവിടെ കണ്ണാന്ന് ഭർത്താവിനെ വിളിക്കാത്ത ഏതെങ്കിലും സ്ത്രീ പറയട്ടെ, ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളത് വിളിച്ചിട്ടുണ്ട്. അത് വിളിക്കാം. അതൊക്കെ ഒറ്റയ്ക്കല്ലേ, വേറൊരാൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. പിന്നെയല്ലേ പേരൊക്കെ മാറിപ്പോയത് വിളിയൊക്കെ. എന്നാലും ഒരു കാലത്ത് അത് വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കാരണം ആ പേരിൻ്റെ അത്രയും പ്രേമം തരാൻ പറ്റുന്ന മറ്റൊരു പേരില്ല.
ശരി നിൽക്കട്ടെ. ഏതായാലും നാമകരണം ഒരു നൈമിത്തിക കർമ്മമാണ്. അപ്പോൾ പേരിടേണ്ട സമയം വന്നാൽ പേരിന്റെ നിയമങ്ങളൊക്കെ പാലിക്കുക. സാധിച്ച മൃദു അക്ഷരം വെച്ച് കുട്ടികൾക്ക് പേരിടും. എന്തക്ഷര? അക്ഷരങ്ങളിൽ നമ്മൾ ഈ കവർഗം, ചവർഗം, പവർഗം, ടവർഗം, തവർഗം എന്നൊക്കെ പറയുന്ന 5 വർഗങ്ങളിൽ മൃദു എന്ന് പറയുന്ന അക്ഷരമുണ്ടല്ലോ. ആ അക്ഷരം വെച്ച് കുട്ടികൾക്ക് പേരിടുക. അപ്പൊ ഒരു ഗുണമുണ്ട്, ദേഷ്യപ്പെട്ട് ആ പേര് വിളിക്കാൻ പറ്റില്ല. ഗായത്രി, ഗായത്രി നിങ്ങളൊന്ന് ദേഷ്യപ്പെട്ട് വിളിച്ചേ എന്ന് കേൾക്കട്ടെ. ഗായത്രി, അപ്പൊ പേര് മാറി. കാരണം മൃദു അക്ഷരത്തെ ഒരിക്കലും നിങ്ങൾക്ക് ദേഷ്യപ്പെട്ട് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് പേരിടുമ്പോൾ പലപ്പോഴും പണ്ടുള്ളവർ മൃദു അക്ഷരം വെച്ച്, കാരണം ചിരിച്ചുകൊണ്ടല്ലാതെ ഗായത്രിയെ നിങ്ങൾക്ക് ഏത് ഭാവത്തിൽ ഏത് രസത്തിൽ വിളിക്കാം. സ്നേഹം, പ്രേമം, ഇഷ്ടം, ശാന്തത, അല്ലാതെ ദേഷ്യം വന്നാൽ ആ പേര് മൃദു അക്ഷരം പറയാൻ പറ്റില്ല. പണ്ടുള്ളവർ ഒരു നാമകരണത്തിന് ഇത്രയൊക്കെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ആ നാമകരണം എന്ന ഒന്ന് നൈമിത്തിക കർമ്മമാണ്. ആ നിമിത്തം വന്നാൽ അത് ഏറ്റവും നന്നായി ചെയ്യണം. ശരിയാണ്. ശരി, ഒരു കുട്ടി ജനിച്ചു, 6 മാസമായി, ഒരു നിമിത്തമായി 6-ാം മാസം. അപ്പോൾ എന്ത് കൊടുക്കും? അന്നപ്രാശം, ചോറൂണ്. എന്തുകൊണ്ട് 6-ാം മാസത്തിൽ? ഒരു കുഞ്ഞ് ജനിച്ച് കഴിക്കുന്ന അന്നം ദഹിക്കാനുള്ള ദഹനേന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനക്ഷമമാകാൻ 5 മാസം കഴിയണം. അപ്പോൾ കഴിച്ച ഭക്ഷണം ദഹിക്കാനുള്ള ദഹനേന്ദ്രിയങ്ങൾ പ്രവർത്തനക്ഷമമായി ഇനി കൊടുക്കാം. അതുവരെ അമ്മയുടെ മുലപ്പാൽ മാത്രം, ഒന്നും കുറുക്കി കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അമ്മയുടെ മുലപ്പാൽ നല്ല പോലെ കുടിക്കും. അതിന് പാലില്ല. പാലുണ്ടാവണമെങ്കിലേ നല്ല വസന്തകാലത്തിൽ ഗർഭവതിയായി വസന്തകാലത്തിൽ പ്രസവിക്കാൻ അറിയാം. എല്ലാ മാസവും പ്രസവത്തിനും ഗർഭധാരണത്തിനും നല്ലതല്ല, നല്ലതല്ല. ലോകത്തിൽ ഒരു മൃഗവും മഴക്കാലത്ത് പ്രസവിക്കില്ല. നായ മഴക്കാലത്ത് പ്രസവിക്കുവോ? പൂച്ച മഴക്കാലത്ത് പ്രസവിക്കുവോ? ഇല്ല. പിന്നെ നമ്മൾ കുത്തുവെച്ച് പ്രസവിപ്പിക്കുക, നമ്മുടെ കയ്യിലിരിപ്പാണ്. സ്വാഭാവികമായി പ്രകൃതിയാൽ ഒരു മൃഗവും മഴക്കാലത്ത് പ്രസവിക്കില്ല. കാരണം സൂര്യപ്രകാശം ഏറ്റവും പൂർണ്ണമായുള്ള സമയത്താണ് അവരൊക്കെ പ്രസവിക്കൂ. കാരണം വിറ്റാമിൻ ഡിയുടെ കുറവ് ഒരു മൃഗത്തിനും ഉണ്ടാകും, ഒന്നിനുമില്ല, മനുഷ്യനുണ്ടാകും. ഇന്ന് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് വിറ്റാമിൻ ഡി ഇല്ല. അതുകൊണ്ട് 750-3000 രൂപ കൊടുത്ത് ഇഞ്ചക്ട് ചെയ്യാണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്ന വിറ്റാമിൻ ഡി കിട്ടണമെങ്കിൽ കുട്ടികളെ വെയിൽ കൊള്ളിക്കണം. അതിന് വേണമെങ്കിൽ അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സൂര്യപ്രകാശം ഏൽക്കണം. ഗർഭിണി സൂര്യപ്രകാശം ശരിക്കും ഏറ്റാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, സിസേറിയൻ ഉണ്ടാകില്ല. എഴുതി വെച്ചോ നിങ്ങൾ. അപ്പൊ നൈറ്റി ഒന്നും ഇടരുത് കേട്ടാ, ഇടരുത്. ഇറുകിയ ഒരു വസ്ത്രവും ധരിക്കരുത്. പണ്ടുള്ളവർ എന്ത് ധരിച്ചോ ആ നേരിയത്, ആ മുണ്ട്, ആ സെറ്റ് മുണ്ട് മാത്രം മതി. കാരണം സൂര്യപ്രകാശം ശരീരത്തിൽ കൊള്ളണം. AC മുറി പുറത്തേക്കേ ഇറങ്ങില്ല, കുഴപ്പമൊന്നുമില്ല, കത്തി വെക്കും. ഹോസ്പിറ്റലുകാരും കത്തി വെക്കും, ഡോക്ടറും കത്തി വെക്കും. സിസേറിയൻ 2-ൽ കൂടുതൽ പ്രസവമില്ല. ഹിന്ദുവിന് 2-ൽ കൂടുതൽ ഉണ്ടാവില്ല. അങ്ങനൊരു ഗുണമുണ്ട് സിസേറിയൻ കൊണ്ടുള്ള വലിയ ഗുണമാണ്. മറ്റു മതസ്ഥർക്ക് ഒന്നും സിസേറിയൻ ഇല്ലാന്നും കൂടി മനസ്സിലാക്കും. 92% ഹിന്ദു സിസേറിയൻ, 8% മുസ്ലിം സിസേറിയൻ. അതെന്താ? അത് സ്ത്രീകളല്ലേ, ഇന്നത്തെ കാലമല്ലേ, അവര് സിസേറിയൻ സമ്മതിക്കില്ല. എന്നാൽ അവർക്കൊരു കണക്കൊക്കെ ഇപ്പൊ 6-ാം മാസം അന്നപ്രാശം, ദഹനേന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തനക്ഷമമാകണം. അപ്പോൾ ആ കർമ്മം നൈമിത്തിക കർമ്മമാണ്. നിമിത്തം വന്നു, നന്നായി ചെയ്തു. ക്ലിയറാണ്? ഒന്നാമത്തെ നിത്യകർമ്മം എന്നും ചെയ്യണം. രണ്ടാമത്തെ നൈമിത്തിക കർമ്മം നിമിത്തം വന്നാൽ ചെയ്യണം. പ്രത്യേകിച്ച് ഷോഡശ കർമ്മങ്ങളാണ്. ഗർഭാധാനം തൊട്ട് അന്ത്യേഷ്ടി വരെയുള്ള 16 ജീവിതഘട്ടങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ വരുന്ന ചിലതൊക്കെയുണ്ട്. അങ്ങനെ വന്നു ചേരുന്ന സർവത്വം ഏറ്റവും നന്നായി ചെയ്യും. മൂന്നാമത്തത് കാമ്യകർമ്മം എന്ന് പറഞ്ഞു നോക്കൂ. കാമ്യം, കാമ്യം എന്ന് പറഞ്ഞ ആഗ്രഹം.
നമുക്കൊക്കെ എത്ര ആഗ്രഹം തീരുമോ? ഈ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരില്ല, ഒരിക്കലും തീരില്ല. ഒരു 100 പേജിന്റെ പുസ്തകം ഒരു പേനയും തന്നിട്ട് ഞാൻ പറഞ്ഞു എന്നിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹമൊക്കെ എഴുതൂ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കൈ ഉയർത്തിട്ട് ചോദിക്കും, ഒരു പുസ്തകം കൂടി തരുമോ? എന്തേ തീർന്നു? കാരണം അത്ര ആഗ്രഹം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അതെന്നെ ഒരു 100 ആഗ്രഹം. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ധാർമ്മികമാണെങ്കിൽ, ധാർമ്മികമായ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ധാരാളം കർമ്മങ്ങളുണ്ട്, പൂജകളുണ്ട്, വഴിപാടുകളുണ്ട്. ഒരു സംശയവും വേണ്ട, അത് നടക്കും. ധാർമ്മികമായിരിക്കണം. ശത്രു സംഹാരം അതൊക്കെ നടക്കുമെന്ന് അറിയില്ല. ധാർമ്മികമായ ഏത് കാമ്യകർമ്മവും നടക്കും. കാമ്യകർമ്മം ആഗ്രഹ പൂർത്തീകരണത്തിന് ചെയ്യുന്നത്. ദശരഥന് മക്കളില്ല, ദശരഥൻ പുത്രകാമേഷ്ടി എന്നുള്ളൊരു കാമ്യകർമ്മം ചെയ്തു, ദശരഥന് മക്കളുണ്ടായി. ധാർമ്മികമാണ്. മൂന്നാമത്തത് കാമ്യമാണ്. നാലാമത്തത് പ്രായശ്ചിത്തം. ജോത്സ്യനൊക്കെ കാണാൻ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നില്ലേ? അതുതന്നെയാണ് പ്രായശ്ചിത്തം. എങ്ങനെയാ ഈ പ്രായശ്ചിത്തം ഉണ്ടാവുന്നത്? 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ചെയ്യരുതാത്തത് എന്ത് ചെയ്താലും പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരെ കണ്ടാൽ അറിയാം, നല്ല ആളുകൾ. അപ്പൊ ചെയ്യരുതാത്ത എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്ത അങ്ങനെ ചെയ്യില്ല. അപ്പൊ നിങ്ങൾക്ക് പ്രായശ്ചിത്ത കർമ്മം വേണോ? ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ പ്രായശ്ചിത്ത കർമ്മത്തിന് 2 കാര്യങ്ങളിൽ ഒന്ന് ഇതാണെങ്കിൽ, രണ്ടാമത്തത് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. ആവട്ടെ ആ പ്രശ്നം. ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ, ഏതുപോലെ പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുഖ്യ ധർമ്മം എന്ന് പറയുന്നത് പഠിക്കുക എന്നതാണ്. അത് ചെയ്യേണ്ടതല്ലേ? അതെ. ചെയ്തില്ല എന്നിരിക്കട്ടെ, അപ്പൊ ആ കുട്ടി പ്രായശ്ചിത്ത കർമ്മം ചെയ്യണം. അതിന്റെ പേരാണ് പരീക്ഷ. കണ്ടിട്ടില്ലേ? ഈ എഞ്ചിനീയറിങ്ങിനൊക്കെ പോയിട്ട് 8 കൊല്ലം കൊണ്ടൊക്കെ തീർത്തവരെ കണ്ടല്ലേ? അവരിങ്ങനെ പ്രായശ്ചിത്ത കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. തോറ്റത്തെ വീണ്ടും എഴുതണം. സപ്ലി ഇപ്പൊ മനസ്സിലാവും. സപ്ലി പിന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഈ സപ്ലിയൊക്കെ പ്രായശ്ചിത്ത കർമ്മമാണ്. എന്തുകൊണ്ട്? ചെയ്യേണ്ടത് ചെയ്തില്ല, അതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ 4 കർമ്മയുള്ളൂ ചെയ്യാൻ. ഒന്നാമത്തെ നിത്യകർമ്മം, രണ്ടാമത്തത് നൈമിത്തികം, മൂന്നാമത്തത് കാമ്യം, നാലാമത്തത് പ്രായശ്ചിത്തം. നിത്യ, നൈമിത്തിക, കാമ്യ, പ്രായശ്ചിത്ത കർമ്മങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആകെ ചെയ്യാനുള്ളൂ. അത് ഏറ്റവും ഭംഗിയായി ചെയ്യും. ഇത്രയും ക്ലിയറാണോ? ഇതാണ് ഇൻട്രൊഡക്ഷൻ. വിഷയതൊന്നുമല്ല. വിഷയം ഈ 4ാമത്തെ പ്രായശ്ചിത്ത കർമ്മം ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് നല്ലപോലെ ചെയ്യണം. അപ്പോഴാ ചോദ്യം, എന്താണ് ചെയ്യേണ്ടത്? അപ്പോഴാണ് ഉത്തരം, ഒന്നാമത് പറഞ്ഞ നിത്യകർമ്മമില്ലേ, ഇത് ചെയ്തില്ലെങ്കിലാ പ്രായശ്ചിത്ത കർമ്മം. ഇത് ചെയ്യണം. അപ്പോൾ എന്താണ് നിത്യകർമ്മം? പ്രായശ്ചിത്ത കർമ്മം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ത്? അതിൻ്റെ പേരാണ് നിത്യകർമ്മങ്ങൾ. ഇതെന്നും ചെയ്യണം. മുടക്കിയാൽ പ്രായശ്ചിത്തം ചെയ്യണം. ശരി. അപ്പൊ എന്താണ് നിത്യകർമ്മം? 5 കാര്യങ്ങളാണ് നിത്യകർമ്മം. അപ്പൊ നേരത്തെ 4 എണ്ണം പറഞ്ഞാൽ തുടങ്ങിയത്, ആ 4 എണ്ണം ടൈറ്റിലാണ്. ഇതിന് ഓരോന്നിനും ഈ സബ് ടൈറ്റിലുണ്ട്. ആ സബ് ടൈറ്റിലാണ് നിത്യകർമ്മങ്ങളുടെ സബ് ടൈറ്റിൽ. 5 എണ്ണമുണ്ട്. ഈ 5 എണ്ണത്തിനെ ഒരുമിച്ച് പറയുന്ന ഒരു പേരുണ്ട്. അതിന്റെ പേരാണ് പഞ്ചമഹായജ്ഞം. ഒന്ന് പറഞ്ഞേ, പഞ്ചമഹായജ്ഞം. 5 മഹായജ്ഞങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. ഈ 5 മഹായജ്ഞങ്ങൾ ചെയ്യുവാനാണ് ഇനി ഞാൻ പറഞ്ഞ, നിങ്ങൾ ചിരിച്ചു വയ്യാണ്ടാവും. ഈ 5 യജ്ഞം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാൾ കൂടെ വേണം. ഒരു ആൺകുഞ്ഞിനോടൊപ്പം ഒരു പെൺകുഞ്ഞ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷൻ വേണം. 5 കാര്യങ്ങൾ വിധി അനുസരിച്ച് ചെയ്യണമെങ്കിൽ ഒരാളോടൊപ്പം മറ്റൊരാൾ കൂടി വേണം. അതുകൊണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാനാണ് വിവാഹം. ഉറപ്പിച്ചോ? എന്തിനാ വിവാഹം കഴിക്കണത്? ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ സുഹൃത്തെ വിവാഹം കഴിച്ചേ? ചിലരോട് ചില കുസൃതിയോടുകൂടി ചോദിക്കും, ചിലരോട് അറിയാൻ വേണ്ടി ചോദിക്കും, ഇത് എന്തിനാ വിവാഹം കഴിക്കണമെന്ന് അറിയണ്ടേ?
അപ്പൊ ചോദിച്ചു, ഒരാൾ പറഞ്ഞു എന്തായാലും കഴിക്കണം. അതെ, അതുകൊണ്ട് ഒരെണ്ണം കഴിച്ചു. ഇയാൾ എന്തിനാ കഴിച്ചേ? എന്തായാലും കഴിക്കണം. ആര് പറഞ്ഞു? അല്ല, അങ്ങനെയാണല്ലോ. അവ ശരി, നാട്ടു നടപ്പനുസരിച്ച് വേണമല്ലോ. അതെ, അതുകൊണ്ട് ഒരെണ്ണം കഴിച്ചു. വേറെ ആൾ പറഞ്ഞു, ജ്യോത്സ്യൻ പറഞ്ഞു, ഇപ്പൊ വയസ്സത്രയും 26. ഇപ്പൊ നടന്നാലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ 40 കഴിയും. സഹിക്കുമോ? നമുക്ക് സഹിക്കില്ല. അതുകൊണ്ട് ജ്യോത്സ്യൻ പറഞ്ഞോണ്ട് വേഗം നടക്കും. വേറൊരാൾ പറഞ്ഞു, വീട്ടിൽ വലിയ നിർബന്ധം, വീട്ടുകാരുടെ നിർബന്ധം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കുട്ടികൾ വിവാഹം കഴിച്ചു. വേറൊരാൾ പറഞ്ഞു, 25 വയസ്സ് കഴിഞ്ഞില്ലേ, 25 കഴിഞ്ഞുകൊണ്ട് അയാൾ കഴിച്ചത്. വേറൊരാൾ പറഞ്ഞു, ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു, ഒരു കൂട്ട് വേണമെന്നൊരാഗ്രഹം. കുറ്റം പറയാൻ പറ്റുമോ? ഒരാളും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ ആളെ പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? വേണ്ടായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇത് വല്ല സൂപ്പർ മാർക്കറ്റാണോ? അല്ല. ഇനിയിപ്പോ എന്താ ചെയ്യാണ്ട് പോവല്ലേ? വേറെ ആള് പറഞ്ഞു, ഞാൻ കഴിച്ചാലല്ലേ അനിയനും അനിയത്തിക്കും കഴിക്കാൻ പറ്റുള്ളൂ. അതെ, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല, എന്നാലും അവര് കഴിക്കണ്ടേ, മൂത്ത ആള് ഞാനായി പോയില്ലേ. അതെ, അതുകൊണ്ട് കഴിച്ചതാണ്. വേറൊരാള്, അത് മിടുക്കി ഒരു പെൺകുട്ടി, എനിക്കറിയാം, 28 വയസ്സ്, വിവാഹമേ കഴിക്കില്ല എന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ തപസ് ചെയ്തവള. കഴിക്കാൻ വേണ്ടിയിട്ടല്ല, കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിർബന്ധിച്ചിട്ട് അവള് കഴിച്ചില്ല. അവസാനം അവള് വേണ്ടാന്ന് പറഞ്ഞു. ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നു, സാർ അടുത്ത ആഴ്ച എന്റെ വിവാഹമാണ്, വരണം. അപ്പൊ നീ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട്, സാറേ കഴിക്കില്ലയോ? എങ്ങനെ? ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചവരൊക്കെ കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി സാർ. 32 പേരാണ്. അതിൽ 31 പേരുടെയും വിവാഹം കഴിഞ്ഞു. ആ ഗ്രൂപ്പിലുള്ള 31 പേര് എന്നെ കടന്നാക്രമിക്കും സാർ. എന്നും നിനക്കൊന്നും ആയില്ലേ എന്ന് എന്നോട് ചോദിക്കും. ഞാൻ പറഞ്ഞു, ഇനി എന്നോട് ഈ കാര്യം പറയരുത്. അവരെന്നും ചോദിക്കും, ഞാൻ അതിന് എക്സിറ്റ് ആയി. അവരെന്നെ ആഡ് ചെയ്യും, വീണ്ടും ഞാൻ എക്സിറ്റ് ആവും, ആഡ് ചെയ്യും. ഇവരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു, അങ്ങനെ ആയിപ്പെട്ടല്ലോ, ഞാൻ കഴിക്കന്നെ. അങ്ങനെ അവള് കഴിച്ച വാട്സാപ്പ് ഗ്രൂപ്പില് 31 പേരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു വിവാഹം കഴിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇതാ, നിങ്ങൾക്ക് എന്തിനാ വിവാഹം കഴിച്ചത്? കഴിക്കണ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നോ? ഈ പാരമ്പര്യമൊക്കെ ആയതിനു ശേഷമല്ലേ ഇപ്പോൾ മനസ്സിലായത്? കഴിക്കണ കാലത്ത് എന്തിനാണ് വിവാഹമെന്ന് പഠിപ്പിക്കണ്ടേ? ഇതിനാ മോനെ വിവാഹം, ഇതിനാ മോളെ വിവാഹം കഴിക്കുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? പഴയ തലമുറയല്ല പുതിയ തലമുറ. ഇവിടെ ഇരിക്കുന്നതിൽ 60കൾ തൊട്ട് 80കൾ വരെ ജീവിച്ച ആളുകളുണ്ടെങ്കിൽ ആ കാലം എന്ന് പറയുന്നത് ഇല്ലായ്മയുടെ, കഷ്ടപ്പാടിന്റെ, വിഷമങ്ങളുടെ, സങ്കടങ്ങളുടെ ഒക്കെ കാലമാണ്. നമുക്ക് ഈ ലോകത്തെ കുറിച്ച് ഒരു അറിവുമില്ല. നമുക്ക് ആകെ അറിയാവുന്നത് നമ്മുടെ പറമ്പ്, നമ്മുടെ വയല്, നമ്മുടെ വീട്, തൊട്ട അയൽവക്കത്തൊരു 3 പേര് കഴിഞ്ഞു. നമ്മുടെ സാമൂഹ്യമായ ഒരു കാഴ്ചപ്പാടൊന്നും നമുക്കില്ല. ഒരു 80കൾ തുടങ്ങി 90കൾ 95 വരെ ജനിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ ആ കാലത്ത് കുറച്ചും കൂടി കാലം പുരോഗമിച്ചു. മാത്രമല്ല, ആ പുരോഗമിച്ച കാലത്ത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, ആ പുരോഗമിച്ച കാലത്ത് നമ്മളെല്ലാവരും പുതിയ പുതിയ ടെക്നോളജികളൊക്കെ കാണാൻ തുടങ്ങി. VCD യിൽ നിന്ന് CD-യിലേക്കൊക്കെ ചില മാറ്റം വന്ന കാലമാണ്. പണ്ട് VCD ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. TV, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV, ആന്റിന മാത്രം ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ മാറി ഒരു എന്താ പറയാ, ഒരു പുതിയ മാറ്റം ഒക്കെ ഉണ്ടായി. ഇൻഡസ്ട്രികളൊക്കെ വളർന്നു. മാത്രമല്ല, ഈ കീപാഡ് മൊബൈൽ, ആ മൊബൈൽ ഓർമ്മയിലെ നോക്കിയയുടെ ഒക്കെ ആ മൊബൈലൊക്കെ വന്ന കാലം നമ്മൾ കുറച്ചും കൂടിയും ഇതൊക്കെ കണ്ടു. ശരി, ഇതാണ് ഒരു 95 വരെ ജനിച്ചവർ. 95-ന് ശേഷം 2010 വരെ ജനിച്ച തലമുറ, അതായത് നമ്മുടെ മക്കൾ. ഇനി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇപ്പൊ നമ്മൾ കുഴപ്പക്കാരെന്ന് പറയുന്ന ആ കുഞ്ഞുങ്ങൾ ജനിച്ചത് ടെക്നോളജി വളർന്ന കാലത്താണ്. കീബോർഡ് മൊബൈലിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക്, ആൻഡ്രോയിഡ് മൊബൈലിലേക്ക് മാറ്റം വന്നു. CD-യിൽ നിന്ന് പെൻഡ്രൈവിലേക്ക് മാറ്റം വന്നു. ഇൻഡസ്ട്രികളൊക്കെ വളർന്നു. കാലം വേഗത്തിൽ പോകാൻ തുടങ്ങി. വീടുകളിൽ വാഹനങ്ങൾ വരാൻ തുടങ്ങി. ഓരോരുത്തർക്കും ഓരോന്ന് എന്ന രീതിയിൽ വരാൻ തുടങ്ങി. അപ്പോൾ പ്രശ്നം എത്രയുള്ളൂ?
60കൾ തുടങ്ങി 95 വരെ ജനിച്ച ഈ പാരൻസ് ടെക്നോളജിക്ക് പുറത്ത് ജനിച്ചവരാണ്. 95 മുതൽ 2025 ഈ 30-ാം തീയതി വരെ, ജനുവരി 30 വരെ ജനിക്കുന്ന കുട്ടികൾ ടെക്നോളജിയുടെ ഉള്ളിൽ ജനിച്ചവരാണ്. ഈ ടെക്നോളജിയുടെ പുറത്ത് ജനിച്ച അച്ഛനമ്മമാരും ടെക്നോളജിയുടെ ഉള്ളിൽ ജനിച്ച മക്കളും തമ്മിൽ യുദ്ധമാണ്. മനസ്സിലായോ? നമ്മുടെ പ്രശ്നം ഇതാണ്. നമുക്കിപ്പോഴും കാലം മാറിയതൊന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ടെക്നോളജിയുടെ ഉള്ളിൽ ജനിച്ച ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് ഈ മൊബൈൽ എങ്ങനെ താഴെ വെക്കാനാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മണ്ടന്മാര്, പൊട്ടതരം. കാരണം അവർ ജനിച്ചു വീണത് അതിൻ്റെ ഉള്ളിൽ. അതിൽ നിന്ന് അവരെ നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതത്തിലെ സിംഹഭാഗവും ഈ മൊബൈലിന്റെ പേരിൽ വഴക്കു കൂടിയാൽ നിങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുമെന്നല്ലാതെ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മൊബൈൽ ഇല്ലാതെ ഒരിക്കലും വളർത്താൻ പറ്റുമെന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത്. ഈ പുറത്തു നിൽക്കുന്നവനും അകത്ത് നിൽക്കുന്നവനും തമ്മിലുള്ള മഹായുദ്ധമാണ്. ഒന്നില്ലെങ്കിൽ നമ്മൾ പുതിയ കാലത്തെ മനസ്സിലാക്കി, പുതിയ കാലത്തിന്റെ ടെക്നോളജി മനസ്സിലാക്കി നമ്മൾ അവരോടൊപ്പം ചേരും, അല്ലെങ്കിൽ വീട്ടിൽ വഴക്കു കൂടിക്കൊള്ളും. 2012 വരെ 10 വരെയൊക്കെ ജനിച്ച കുട്ടികളെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അസ്വസ്ഥരാകും. പക്ഷേ 2010 ശേഷം 2025 വരെ ജനിച്ച കുഞ്ഞുങ്ങൾ ടെക്നോളജിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജനിച്ചവരാണ്. അവർ പുറത്തു വരുമ്പോൾ സ്മാർട്ട് ഫോണും കൊണ്ടുവരണ നമ്മൾ പരസ്യമൊക്കെ കണ്ടില്ലേ? എന്തിനത് കാണിച്ചെന്ന് മനസ്സിലായോ? അത് കണ്ട് ആഹ്ലാദിക്കാനല്ല, മറിച്ച് ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചാൽ അവൻ വൈലന്റാവും, മറ്റവൻ അസ്വസ്ഥനായേ ഉള്ളൂ. 2 വയസ്സ്, 3 വയസ്സ്, 5 വയസ്സ്, 7 വയസ്സുള്ള കുട്ടികളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങി വെച്ചാൽ നിങ്ങളെ മിക്കവാറും അവർ കൊല്ലും. ഞാൻ കൊല്ലുമെന്ന് ഒരു എക്സാജറേഷൻ പറഞ്ഞതല്ല. നമുക്ക് കാലം, ലോകം, മാറ്റങ്ങൾ, വേഗത, കുട്ടികൾ ജനിച്ചത്, ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മളൊരു പാരന്റാണെന്ന് പറഞ്ഞ് ദയവ് ഇത് നടക്കണം. എന്നോട് ദേഷ്യം വരുന്നില്ലേ? ഒരു കാര്യമില്ല. കാരണം നമ്മൾ ആദ്യം നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. നമുക്കിതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് നിങ്ങൾ മൊബൈൽ മാറ്റി വെക്കാൻ വേണ്ടി അവരുമായി വഴക്കു കൂടരുത്. മാത്രമല്ല, ഈ കൊറോണ വന്നപ്പോൾ കൊറോണയ്ക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. 2030 ഈ ഭാരതം എത്തിച്ചേരേണ്ട ടെക്നോളജിയിലേക്ക് ഭാരതം 2022 എത്തിച്ചേർന്നത് ഈ കൊറോണ എന്ന് പറഞ്ഞ ഒറ്റ കാര്യം വന്നതുകൊണ്ടാണ്. ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ലോകത്തിലെ 1ാമത്തെ രാജ്യം ഇന്ന് ഇന്ത്യയാണ്. ജനസംഖ്യ കൊണ്ട്. പിച്ചക്കാരന്റെ കയ്യിൽ എന്തുണ്ട്? QR കോഡ് ഉണ്ട്. അതെ, ചില്ലറയില്ല. എന്നാ സ്കാൻ ചെയ്തോളൂ. ആര്? നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന പിച്ചക്കാരൻ. 2018 ആ കൊറോണ, 2019 COVID-19, ഈ 2019 തൊട്ട് 20 വരെയുള്ള സമയം കൊണ്ട് 30 എത്തിച്ചേരേണ്ട ടെക്നോളജിയൊക്കെ മാറി. 22, 23 ആയപ്പോഴേക്കും ഡിജിറ്റലൈസേഷൻ വന്നു. ഇന്ന് പറയട്ടെ, ഇതിൽ ആർക്കാ ഇന്ന് ഗൂഗിൾ പേ? 99% ആളുകൾക്കും ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് നോട്ടില്ല. കാലം മാറി. ഈ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ടെക്നോളജിയുടെ പുറത്ത് ജനിച്ച ഈ മുത്തച്ഛനും അച്ഛനും അമ്മയും ഈ കുട്ടികളായിട്ട് വഴക്കുകൂടാന്നാവില്ല. അപ്പോ ആദ്യം നമ്മൾ കുഞ്ഞുങ്ങളെ കൂടി മനസ്സിലാക്കണം. അവർ ജനിച്ചത് ആ കാലത്ത്, ഞങ്ങൾ ജനിച്ചത് ഈ കാലത്ത്. പക്ഷേ ഇതിനൊരു മാറ്റം വേണ്ടേ? മാറ്റം വേണമെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ജനിച്ച കാലം മുതൽ അവരെങ്ങനെ ആയിരിക്കണം എന്നൊരു സ്വപ്നം നമുക്ക് വേണം. മാറുന്ന കാലത്തിൽ വേഗതയുടെ കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് വളരെ വേഗത്തിലാണ് പോകുന്നത്. നമ്മൾ പതുക്കെയായാൽ നമുക്ക് അവരുടെ ഒപ്പം എത്താൻ പറ്റില്ല. നോക്കൂ, ഇതിൽ എഴുത്തെഴുതിയവരുണ്ടോ? ഇല്ലറ്റില് എഴുത്തെഴുതിയവര് എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലേ? എന്താ നമ്മൾ എഴുത്തെഴുതുമ്പോൾ ആദ്യത്തെ വാചകം എന്താ? സ്ഥിരവാചകം എന്താ? ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ, അവിടെയും സുഖമെന്ന് വിചാരിക്കുന്നു. ഇതല്ലേ വാചകം? നമ്മുടെ ഉള്ളിലെ വലിയൊരു പ്രാർത്ഥനയുണ്ട്, സുഖമായിരിക്കണേ എന്ന്. എഴുതണവർക്കും അറിയാം, വായിക്കുന്നവർക്കും അറിയാം, വലിയ സുഖമൊന്നുമില്ല. എന്താ?
എന്നാലും നമ്മളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ എഴുതുകയാണ്, ശരി, ഡൽഹിയിലുള്ള എൻ്റെ മുത്തച്ഛന്, അമ്മാവന്, അച്ഛന് ഞാനൊരു കത്തയച്ചു. ഈ കത്തുണ്ടല്ലോ 6 ദിവസം വേണം അവിടെ എത്താൻ. തിരിച്ച് അവരൊരു വിശേഷം എഴുതി 6 ദിവസം, 12 ദിവസം വിശേഷം അറിയാൻ നമ്മൾ കാത്തിരിക്കില്ലേ? നമുക്ക് ക്ഷമയുണ്ടായിരുന്നു. നമുക്ക് എന്തുണ്ടായിരുന്നു? ക്ഷമ. എന്നാൽ ഈ ടെക്നോളജിയുടെ ഉള്ളിൽ ജനിക്കുന്ന നമ്മുടെ മക്കൾക്ക് എന്തില്ല? അവർ 12 സെക്കൻഡ് പോലും കാത്തിരിക്കില്ല. ഒന്നാമത്തെ ഫോൺ കോളിന്, ഒന്നാമത്തെ റിങ്ങിന് ഫോൺ എടുത്തില്ലെങ്കിൽ ഡിവോഴ്സ്. രണ്ടാമതും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ അത് എൻഗേജറും കൂടി ആയാൽ ഡിവോഴ്സ്. ക്ഷമയില്ല അവർക്ക്. നമുക്കിതൊക്കെ കാണുമ്പോൾ രസം തോന്നിയാലും നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ ഒന്ന് നോക്കി മനസ്സിലാക്കണം. ക്ഷമയില്ലാത്ത തലമുറയാണ്. അമ്മ TV ഓഫ് ചെയ്തു, മകള് പോയിട്ട് ആത്മഹത്യ ചെയ്തു. നടക്കുന്നതാണ്. ദേഷ്യം വന്നു, കൂട്ടുകാരനെ കത്തിയെടുത്തു. പാവം പിടിച്ച പോലീസുകാരൻ എന്തോ പറയുന്നത് അവരോട് നിർത്തിട്ട് അടിച്ചു ശരിയാക്കി കളഞ്ഞു. ഒന്നിനും ക്ഷമയില്ലാത്ത, വേഗത്തിൽ പോകുന്ന, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വേഗത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമുക്കത് അറിയണമെങ്കിൽ ഇവിടെ ഒരു 40 വയസ്സുള്ള ഒരു അമ്മയുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ തരാം, ഒരു 8-10 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ തരാം. ഞാനൊരു മാറ്റർ പറയാം, നിങ്ങൾ എത്ര വേഗം ടൈപ്പ് ചെയ്യും? അവൻ ചെയ്യണ കണ്ടുണ്ടോ? നമ്മളോ എഴുതിയിട്ടുണ്ടാവുള്ളൂ. ഈ വേഗത നമ്മൾ മനസ്സിലാക്കുക. കുട്ടികൾ അത്ര വേഗത്തിലാണ്. ഇവരുടെ അടുത്ത് നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പണി ചെയ്യരുത്. വീട്ടിൽ വഴക്കോ സംഘർഷമായിരിക്കും. അതുകൊണ്ട് ഒന്ന് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മാറണം. ആ പഴയ 40 വയസ്സുകാരി, 46 വയസ്സുകാരി, 50 വയസ്സുകാരി, 56 വയസ്സുകാരിയും വയസ്സുകാരനുമായിട്ട് നമ്മൾ ഈ പുതിയ തലമുറ ഒരു യുദ്ധത്തിൽ നിൽക്കരുത്. മുത്തച്ഛനും പേരക്കുട്ടിയും തമ്മിൽ ഇന്നും യുദ്ധമായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം വേണമെങ്കിൽ നിത്യകർമ്മങ്ങൾ എന്ന് പറയുന്നത് 5 യജ്ഞം. ഇത് വിവാഹത്തിനാണ്. വിവാഹം കഴിക്കുന്ന മക്കളോട് നിർബന്ധമായും പഠിപ്പിച്ചു കൊടുത്ത് തന്നെ ഈ കാലത്ത് പഠിപ്പിക്കണം. കാരണം അന്ന് ക്ഷമയുണ്ട്, ഏത് പ്രശ്നവും നേരിടും, അവിടെ തന്നെ കടിച്ചു തൂങ്ങും. അന്ന് വേറെ സാധ്യതകളില്ല. ഇന്ന് 100,000 സാധ്യതകള്. കടിച്ചു തൂങ്ങി നിൽക്കില്ല, ഒറ്റക്കാലിൽ നിൽക്കും. വരുമാനമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ലോകമറിയാം. ആ തലമുറ നിലനിൽക്കണമെങ്കിൽ അവരുടെ കയ്യിൽ മാറുന്ന കാലത്തിലും മാറാത്ത ചില ശാശ്വത മൂല്യങ്ങളെ നമ്മൾ കൊടുക്കണം, നിലനിർത്തണം. 2 തരമാണ് മൂല്യങ്ങൾ. ഒന്ന്, കാലം മാറിയാലും മാറ്റമുണ്ടാവില്ല. ചില മൂല്യങ്ങൾ കാലികമാണ്. ഈ കാലത്തിനനുസരിച്ച് ചിലത് മാറും. അപ്പൊ കാലികമായ ധർമ്മങ്ങളും ശാശ്വതമായ ധർമ്മങ്ങളും രണ്ടുണ്ട്. ശാശ്വതമായ ധർമ്മം എന്താ? മാതൃദേവോ ഭവ. അമ്മ ഈശ്വരനാണ്. ഇത് 2025 ശേഷം വേണ്ടേ? 2050 ശേഷം വേണ്ടേ? വേണം. അപ്പോൾ മാതൃദേവോ ഭവ എന്നത് ശാശ്വത മൂല്യമാണ്. സത്യം വക, സത്യം പറയണം, വേണ്ടേ? വേണം. അത് ശാശ്വതമാണ്. പക്ഷെ കാലികമായ ചില മാറ്റങ്ങൾ കൂടി മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കി എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ദയവ് ചെയ്ത് മക്കളോട് പറയണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ? ഇന്ന് സാക്ഷര സുന്ദര ദൈവിക കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ് 37.3 എത്ര? 37.3. ഈ സാക്ഷര കേരളത്തിൽ കോടതി വ്യവഹാരങ്ങളിലൂടെ ഈ രാജ്യത്തിലെ നിയമങ്ങളിൽ വിശ്വാസമുള്ളവർ കോടതിയെ നേരിട്ട് കണ്ട്, കോടതി പറഞ്ഞതാണ് 37.3 കേട്ടോ. 100 വിവാഹം കഴിച്ചാൽ 37 എന്താ? റബ്ബർ പന്ത് അടിച്ച പോലെ കിട്ടില്ല. എത്ര സ്വപ്നം കണ്ട്, എത്ര ചെലവ് ചെയ്ത്, എത്ര ആളുകളെ അറിയിച്ച്, കഷ്ടപ്പെട്ട്, വിഷമിച്ച് ഒക്കെ ഒരു വിവാഹം നടക്കുന്നു. അതിങ്ങനെയൊക്കെ കലാശിച്ചാൽ പിന്നെ വിവാഹത്തിൽ എന്താ വലിയ അർത്ഥമുള്ളത്? അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയും വലിയൊരു കാര്യമാണെന്നും അതിന്റെ പിന്നിൽ ശാശ്വതമായ ചില മൂല്യങ്ങൾ കൂടി കൊണ്ട് നടക്കണം. കാലികമായ കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തിക്കോളും. ഇത് രണ്ടും മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ച് അറിയിച്ചൂടെ? ഇഗ്നോറൻസ് ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അറിവില്ലായ്മയ്ക്ക് എക്സ്ക്യൂസ് ഇല്ല. അറിയണമായിരുന്നു. അറിഞ്ഞതിന് ശേഷം എന്ത് തെറ്റും ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല, ശരിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്.
ബൈക്ക് ഓടിക്കുന്ന കുഞ്ഞിന് ഹെൽമെറ്റ് വെക്കണം എന്ന അറിവുണ്ടാവണം. അവരെ പോലീസ് പിടിച്ചപ്പോൾ പറഞ്ഞിരിക്കട്ടെ, അതെ ഹെൽമെറ്റ് വെക്കണം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഇവനക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം 5 യജ്ഞങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, എന്നും ചെയ്യേണ്ടതിൽ ഒന്നാമത്തെ കാര്യമാണ് പിതൃയജ്ഞം. ഒന്ന് പറയൂ. ഇത് പറയണം. ഇത് ശരിക്കും കുട്ടിക്കാലം തൊട്ട് പറയണം, കുട്ടിക്കാലം തൊട്ട് കാണണം, കുട്ടിക്കാലം മുതൽ കേൾക്കണം. എന്നാലേ കുട്ടികളുടെ സ്വഭാവമുള്ളൂ. ഏത് യന്ത്രവൽകൃത ലോകം പുലർന്നാലും എന്ത് സാങ്കേതിക വിദ്യ വന്നാലും കുട്ടികളിൽ സ്വഭാവമായി മാറണമെങ്കിൽ ഗർഭകാലം മുതൽ അമ്മയുടെ മനസ്സിൽ ഈ ചിന്ത വേണം, ഈ പ്രവൃത്തി വേണം. എല്ലാ തലമുറയും രക്ഷപ്പെടും. തലമുറയുടെ പ്രശ്നമല്ല, ഈ തലമുറയെ വളർത്തുന്നവരുടെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് 1 പിതൃയജ്ഞം. 3 കാര്യം ചെയ്യണം പിതൃയജ്ഞത്തിൽ. 3 കാര്യം. 1, നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യേണ്ട ഒരു കാര്യം, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നന്നായി ശുശ്രൂഷിക്കണം. ഇത് വിവാഹം കഴിക്കുന്നവന്റെ ധർമ്മമാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ? എന്നാൽ നമ്മുടെ മക്കളും ചെയ്യും. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ മക്കൾ നിർബന്ധമായും അത് ചെയ്യും. നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു സംസ്കാരം കിട്ടിയിട്ടുണ്ടോ? നിർബന്ധമായി നമ്മുടെ കുട്ടികൾ അത് ചെയ്യും. വിവാഹം കഴിഞ്ഞ ഗൃഹസ്ഥന്റെ ധർമ്മമാണ്, ഞാൻ ജനിക്കാൻ കാരണം എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും തപസ്സിന്റെ ത്യാഗത്തിന്റെ വിത്താ ഞാൻ. അവരുള്ളത് കൊണ്ടാണ് ഞാൻ ഉണ്ടായത്. അവരില്ലെങ്കിൽ ഞാൻ ഇല്ല. ഇന്ന് എനിക്ക് കാണുന്ന സർവസ്വവും എൻ്റെ അമ്മയും അച്ഛനും തന്നതാണ്. അവർ തപസ് ചെയ്തുണ്ടാക്കിയത്. വിവേകാനന്ദ സ്വാമികൾ 16 വയസ്സ് തികഞ്ഞ സമയത്ത് അച്ഛനായ വിശ്വനാഥ ദത്തയുടെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്താ എനിക്ക് തന്നത് എന്ന്. നമ്മുടെ കുട്ടികളും നമ്മളോട് പലതും ചോദിക്കുന്നുണ്ട്, അച്ഛൻ എനിക്ക് റെഡ്മി 13 Pro വാങ്ങി തന്നോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ഇതേപോലെ വിവേകാനന്ദനും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്താ എനിക്ക് തന്നത്? അച്ഛനായ വിശ്വനാഥ ദത്ത ആ കുഞ്ഞിനെ വഴക്കൊന്നും പറഞ്ഞില്ല. പതുക്കെ കയ്യിൽ പിടിച്ച് മുറിയുടെ ഉള്ളിൽ കൊണ്ടുപോയി വലിയ കണ്ണാടിയുടെ മുന്നിൽ നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞു, നരേന്ദ്ര, നീ ആ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കൂ. കണ്ണാടിയിൽ തെളിഞ്ഞു കണ്ട 5 അടി 9 ഇഞ്ച് ഉയരമുള്ള ആ ശരീരവും വിശാലമായ നെറ്റിത്തടങ്ങളും സൂര്യനെ പോലെ ജ്വലിക്കുന്ന കണ്ണുകളും ആ മജ്ജയും മാംസവും എല്ലും തോലും തുടങ്ങിയ ആ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ നരേന്ദ്ര, അത് മുഴുവൻ ഞാൻ തന്നതാണ് നിനക്ക്. ഒരച്ഛൻ ഇത്രയും നല്ലൊരു ശരീരം തന്നില്ലേ? ഒരച്ഛൻ ഇത്രയും നല്ല ഇന്ദ്രിയങ്ങൾ തന്നില്ലേ? ഒരച്ഛൻ നല്ല സർവാവയവ സമ്പന്നരായി നമ്മളെ ജനിപ്പിച്ചില്ലേ? എന്നിട്ടും നാണമില്ലാതെ അവരോട് എനിക്ക് എന്തെങ്കിലും തരൂ എന്ന് ചോദിച്ച് നടക്കണോ? എനിക്ക് ശരീരം തന്ന, ജീവിക്കാൻ വേണ്ട സർവ്വതും തന്ന, എനിക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും വേണ്ട സർവ്വ അവയവങ്ങളും തന്ന ആ അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കണമെന്നത് പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. ചെയ്ത് കാണിക്കേണ്ടതാണ്. അതുകൊണ്ട് വിവാഹം കഴിച്ചാൽ ഒന്നാമത്തെ ധർമ്മം ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നന്നായി ശുശ്രൂഷിക്കണം. അത് കഴിച്ചില്ലെങ്കിൽ ശുശ്രൂഷിക്കണം, പക്ഷെ വിവാഹം കഴിഞ്ഞാൽ മുഖ്യമായി ക്ലിയറാണ്. എന്താ ശുശ്രൂഷ? എന്താണ് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് ചെന്ന് കൈയൊക്കെ ഒന്ന് പിടിച്ചാൽ ഞൊട്ടയൊക്കെ ഒന്ന്, സുഖല്ലേ അമ്മേ? അതെ, ഇതാണോ ശുശ്രൂഷ? അതോ വെറുതെ കാണുമ്പോൾ കൈയൊക്കെ ഒന്ന് തടവി കൊടുത്ത് പോക്കറ്റിലുള്ള കുറച്ച് പൈസ എടുത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ കൊടുത്തിട്ട് മാസം അവർക്ക് വേണ്ട മരുന്ന് വാങ്ങി കൊടുത്തിട്ട്, അല്ലെങ്കിൽ വിഷു വരുമ്പോൾ വിഷുക്കൈ നീട്ടവും ഓണം വരുമ്പോൾ ഓണപ്പുടവയും കൊടുത്ത് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ശുശ്രൂഷിക്കുന്നുണ്ട്, ഇതാണോ ശുശ്രൂഷ? ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രോതും ഇച്ഛ എന്നാണ് അർത്ഥം. ശ്രോതും ഇച്ഛ, കേൾക്കാനുള്ള ആഗ്രഹം. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ അവർക്ക് പ്രായമാകുമ്പോൾ അവർ പറയുന്നത് കേൾക്കുക. അപ്പൊ പൈസ കൊടുക്കലല്ല, അല്ല. ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നില്ല മക്കളുടെ കയ്യിൽ നിന്ന് കൂടി പണമൊന്നും വേണമെന്ന്. ആകെ എല്ലാ ദിവസവും കുറച്ചു നേരം അവർ പറയുന്നത് കേൾക്കാൻ അവരുടെ അടുത്ത് ഇരിക്കുക.
അല്ല, ഞങ്ങൾ പുറത്ത് ജോലിക്ക് പോയാൽ ഇന്ന് ആ സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, നിങ്ങൾ എല്ലാ ദിവസവും 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റോ ഒരു വീഡിയോ കോൾ ചെയ്യൂ, അവർ പറയുന്നത് മുഴുവൻ കേൾക്കൂ. ആ സമയത്തും അവരെ പഠിപ്പിക്കാൻ പോകരുത്, അവർ പറയാനുള്ളതൊക്കെ പറയട്ടെ. അച്ഛനമ്മമാരെ കേൾക്കുക. എത്ര പ്രായമായ ആ പാവം പിടിച്ച അച്ഛനമ്മമാർ, അവർക്ക് എന്തൊക്കെ പറയാനുണ്ടാവും. ഇനി അച്ഛനമ്മമാർ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ, അവർ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളും ആ പാവങ്ങൾ അത് പറയില്ലല്ലോ. പക്ഷെ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കേൾക്കണം, മനസ്സിലാക്കണം. പോരാ, അവർ പറയാത്തതും കൂടി കേൾക്കണം. പറഞ്ഞത് കേൾക്കണം, പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കണം, പറയാത്തതും കേൾക്കണം. ഈ 3 കേൾവി ശക്തി നമുക്കുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ശുശ്രൂഷ. ഇന്ന് ആവശ്യം ശുശ്രൂഷയാണ്. കാരണം പ്രായമാകുന്ന സമയത്ത് മനോബലം കുറയും, പഴയ കരുത്തൊന്നും മനസ്സിലുണ്ടാവില്ല, ഏകാന്തത ഫീൽ ചെയ്യും, ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടാകും. മനോബലം കുറയുന്ന സമയത്ത്, ഏകാന്തത വരുന്ന സമയത്താണ് രോഗങ്ങളുടെ ആധിക്യം ഉണ്ടാകുന്നത്. ഈ രോഗങ്ങളിൽ നിന്ന് അച്ഛനമ്മമാർ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് ഒരു 3000-4000 രൂപയുടെ മരുന്ന് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുവെങ്കിൽ നാളെ അത് 1000 രൂപയാക്കാം. ഒറ്റ വഴിയേ ഉള്ളൂ, അവരുടെ അടുത്തിരുന്ന് ഒന്ന് സംസാരിക്കുക, അവർ പറയുന്നൊന്ന് കേൾക്കൂ. അതുകൊണ്ട് ശുശ്രൂഷ ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ബാക്കി എല്ലാം ശുശ്രൂഷയായി നമ്മൾ പരിഗണിച്ചോളൂ. അതിന്റെ കൂട്ടത്തിൽ മുഖ്യമായ ശുശ്രൂഷ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശ്രോതും ഇച്ഛ, കേൾക്കുക അവർ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം മറക്കരുത്, ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക. 2, ഇനി പറയുന്നത് നേരത്തെ പറഞ്ഞ ഉത്തരത്തിനോട് ചേർന്നതാണ്. എങ്ങനെയാണോ എൻ്റെ അമ്മയും അച്ഛനും എന്നെ വിവാഹം കഴിച്ച് ഉണ്ടാക്കിയത്, അതുപോലെ നിർബന്ധമായി ഞാൻ വിവാഹം കഴിക്കണം, അടുത്ത തലമുറയെ, അടുത്ത പരമ്പരയെ ഉണ്ടാക്കണം. ഇത് അച്ഛനമ്മമാരോടുള്ള കടംവീട്ടലാണ്. മനസ്സിലാക്കണേ, ഇത് അച്ഛനമ്മമാരോടുള്ള കടംവീട്ടലാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്നത് എൻ്റെ പൂർവികന്മാരായിട്ടുള്ളവർ ആരൊക്കെയുണ്ടോ അവരോടുള്ള കടംവീട്ടലാണ്. പിതൃയജ്ഞമാണ് വിവാഹം. എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉണ്ടാക്കിയതാണ്, ഞാൻ ഉണ്ടായതല്ല. ഇത് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് നേരം, ഒരു 8:20 നിർത്തണം എന്നാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പൊ നിങ്ങൾ സമയം നോക്കണ്ട, വെറുതെ മൊബൈൽ ചെവിയിൽ വെച്ച് എനിക്ക് പോണ്ട, ഞാൻ നിർത്തിക്കോളാം. ചിലപ്പോൾ ഓണ വഴിക്കുക, ചിലപ്പോൾ കോല് വരിക, അങ്ങനെയൊക്കെ അബദ്ധം പറ്റും. അപ്പോൾ 20 മിനിറ്റും കൂടി ശ്രദ്ധിച്ചിരിക്കും. ഒരു സ്ത്രീയുടെ ഏറ്റവും സുന്ദരമായൊരു നാമമാണ് ജായ. എന്താ പേര്? ജായ. ചവർഗത്തിൽ മൃദുവക്ഷരം. ച ഛ ജ ഝ ഞ. അതിൽ ജ തൊട്ട് നോവിക്കരുത്. ജായ. ജായ എന്ന വാക്കിന്റെ അർത്ഥം ജനിപ്പിക്കുന്നവൾ എന്നാണ്. എന്താ അർത്ഥം? ജനിപ്പിക്കുന്നവൾ. ഒരു പുരുഷനെ പുനർജനിപ്പിക്കുക എന്നതാണ് ജായയുടെ കർത്തവ്യം. ശ്രദ്ധിക്കണേ, ഈ ജായ വിവാഹം കഴിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ പേര് ജായ എന്നാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ജായ എന്നാണെങ്കിൽ അവരുടെ കർത്തവ്യം എന്താ? കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കലാണോ, നല്ല കുഞ്ഞുങ്ങൾ വേഗത്തിൽ ഉണ്ടാക്കുക എന്നതാണോ? ഇവിടെയാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞാൽ 2 പേർ ചേർന്ന് ഒരു തീരുമാനമെടുക്കും. എന്താ തീരുമാനം? കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോൾ വേണ്ട. ഇനി ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ വേണ്ട എന്ന് തീരുമാനിച്ച മൃഗങ്ങളെക്കാളും കഷ്ടമായി 2 മനുഷ്യക്കോലങ്ങൾ ജീവിക്കും. ഇതിനിടയിൽ ആ പെൺകുട്ടി ഗർഭവതിയാകുക ആയി കഴിഞ്ഞാൽ വേണ്ടാന്നായിരുന്നു തീരുമാനം. 2 പേർ തമ്മിൽ ശണ്ടയാണ്, കുറ്റപ്പെടുത്തലാണ്, വാക്ഷരങ്ങളാണ്. ഞാൻ പറഞ്ഞതല്ലേ, എന്തൊക്കെ തുടങ്ങിയിട്ട് കുറ്റമാണ്. 2 പേരുടെയും വഴക്ക് ഒരാഴ്ച. ഇത് കഴിഞ്ഞാൽ 2 പേരും കൂടി ഒരു തീരുമാനമെടുക്കും. എന്താ തീരുമാനം? വേണ്ടാന്ന് വെക്കാം. അപ്പൊ കുട്ടിയെ അബോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കളയാം. ഓക്കെ, കളയാൻ തീരുമാനിച്ചു.
അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നടക്കില്ല, കാരണം സമയമൊക്കെ കഴിഞ്ഞു പോയി, ഒരിക്കലും നടക്കില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ. അവസാനം തിരിച്ചു വന്നപ്പോൾ വീണ്ടും വഴക്ക്. കാരണം ഈ ഛർദിയിലൂടെയാണ് ഗർഭിണിയാണെന്ന് അറിയുള്ളൂ. ഗർഭിണിയാണെന്ന് അറിയിക്കാനുള്ള ഒരേ ഒരു വഴി ഛർദിയാണ്. പണ്ട് ഇന്ന് ഏതെങ്കിലുമൊക്കെ മെത്തേഡ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇത് കളയാൻ പറ്റില്ല. ആ വഴക്ക്, പ്രശ്നം, കരച്ചില്, വിഷമങ്ങള്, പല പല ചിന്തകള്, ഏതായാലും അവർ രണ്ടുപേരും 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു ഈശ്വരൻ തന്നതല്ലേ. എപ്പോഴാണ് തീരുമാനിച്ചു ഈശ്വരൻ തന്നതെന്ന്? ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടാണ്. അവർ ഈ കുഞ്ഞിനെ വളർത്തും. നോക്കൂ, ഈ കുഞ്ഞിന്റെ പേരാണ് അൺവാണ്ടഡ് ചൈൽഡ് എന്ന് പറയൂ. അൺവാണ്ടഡ് ചൈൽഡ്, ആഗ്രഹിക്കാതെ വന്നു ചേർന്ന കുഞ്ഞ്. ഈ കുഞ്ഞിന്റെ സ്വഭാവമാണ്, ഈ കുഞ്ഞ് എപ്പോഴും പറയും, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെക്കാളും ഇഷ്ടം മറ്റുള്ളവരെയാണ്. സർവ്വസമയത്തും ഈ അച്ഛനമ്മമാരെ ഓരോ വാക്കുകൾ പറഞ്ഞ് ദണ്ഡിപ്പിച്ച് വിഷമിപ്പിച്ച് കഷ്ടപ്പെടുത്താൻ അവൾക്കൊരു കൂട്ടമായ സന്തോഷമുണ്ട്. നാളെ മറ്റൊരുവൻ കൈ ഞൊട്ടി വിളിച്ചാൽ പോകാൻ അവൾക്കൊരു മടിയുമില്ല. കാരണം ഈ പാരൻസ് വിഷമിക്കുന്നത് കാണാൻ അവർക്ക് ഇഷ്ടമാണ്. ഒരു തരത്തിലുമുള്ള സെന്റിമെന്റ്സും ആ കുട്ടികൾക്ക് പാരൻസിനോട് ഉണ്ടാകില്ല. കാരണം ഈ കുഞ്ഞ് ജനിച്ചത് എങ്ങനെയാ? അൺവാണ്ടഡ് ചൈൽഡാണ്, വേണ്ടാതെ ആഗ്രഹിക്കാതെ വന്നു ചേർന്നതാണ്. നിങ്ങൾ പറയൂ, കുട്ടികളാണോ കുഴപ്പക്കാർ? 16-17 വയസ്സാകുമ്പോൾ ഈ കുട്ടി ശരിയല്ലെന്ന് പറയുമ്പോൾ 17 വർഷങ്ങൾക്ക് മുൻപ് ഇവൻ ജനിച്ച ആ സമയങ്ങളൊക്കെ ഒന്ന് ദയവ് ചെയ്തിരുന്നൊന്ന് ആലോചിക്കും. നമ്മുടെ മക്കളോട് ഇതിനെക്കുറിച്ചൊന്ന് പറയും. ദമ്പതി, എന്താ വാക്ക് ഇപ്പൊ പറഞ്ഞ്? ദമ്പതി, നവദമ്പതികൾ കേട്ടിട്ടില്ലേ? എന്താ ദമ്പതി എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവ് അല്ല, സ്ത്രീ പുരുഷൻ അല്ല. ദമ്പതി എന്നുള്ള വാക്കുണ്ടായത് ജായാംച പതിംച ദമ്പതി, 2 പേർ ഒരുമിച്ച് ചേരുമ്പോൾ. ആരൊക്കെ? ജായ, പതി. അപ്പോൾ ദമ്പതി എന്ന് പറഞ്ഞാൽ അവരുടെ കർത്തവ്യം എന്താ? കർമ്മം എന്താ? മക്കളെ ജനിപ്പിക്കുവാൻ വേണ്ടി തപസ്സിൽ ഏർപ്പെട്ടവരുടെ പേരാണ് ദമ്പതി. ഈ നവദമ്പതികൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് എത്ര കാലം? ഒരു 6 മാസം വരെയാണ് അത്രയും കാലം വിരുന്നുണ്ടാൻ പോവല്ലേ? അല്ലേ? ആ വിരുന്നുണ്ണാൻ നടക്കണ കാലത്ത് എന്താ വിചാരിച്ചെന്നറിയോ? ഇത്ര സന്തോഷമായിരുന്നു വിവാഹം എന്ന് പറഞ്ഞാൽ. അതൊക്കെ കഴിയട്ടെ, ഇത്തിരി നേരത്തെ ആവായിരുന്നു. എന്തിനാ അതൊക്കെ തോന്നിയത്? എല്ലാ വീട്ടിലും ചെന്നാൽ എന്തൊക്കെ സ്വീകരണ, വസ്ത്രം തരുന്നു, താമസിപ്പിക്കുന്നു, ഇഷ്ടമുള്ളതും ഇല്ലാത്തതും ഒക്കെ കിട്ടുന്നു, എന്തൊക്കെ സുഖം. നോക്കൂ, ഇതൊന്നുമല്ല, മറിച്ച് മക്കളെ ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കണം? 2 കാര്യം കൂടിയേ പറയുള്ളൂ, ശ്രദ്ധിച്ചിരുന്നോളൂ, ഗുണം ചെയ്യും. നമുക്ക് ഇന്നത്തെ തലമുറയെ കുറ്റം പറയണ്ടേ? അതൊന്ന് കേട്ടോ. നമ്മൾ എന്ത് കഴിക്കുന്നുവോ അതാണ് നമ്മുടെ സ്വഭാവം. നമ്മുടെ സ്വഭാവത്തെ നിർണയിച്ചത് മുഴുവൻ കഴിച്ച ഭക്ഷണമാണ്. ഏത് ഭക്ഷണം കഴിക്കുന്നുവോ ആ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് എല്ലാ ശരീരത്തിന് ആവശ്യമുള്ളത് വന്നു ചേരുന്നത്. ശരീരം എന്ന് പറയുന്ന ആ ഫാക്ടറിയിലേക്ക്, ആ മെഷീനറിയിലേക്ക്, ആ മെഷീനിലേക്ക് നമ്മൾ അന്നം കൊടുത്താൽ ആ അന്നത്തെ വയറ്റിൽ ചെന്നാൽ ഓരോ ഇടങ്ങളിലേക്കും മാറ്റി മാറ്റി കൊടുക്കും. മുടിക്ക് വേണ്ടത്, നഖത്തിന് വേണ്ടത്, എല്ലിന് വേണ്ടത്, ശരീരത്തിലെ ഓരോ അവയവങ്ങളും വളരാൻ ആവശ്യമുള്ളത്, ആവശ്യമില്ലാത്ത വേസ്റ്റ് കളയാൻ ശരീരം എന്ന ഈ മെഷീനറി എല്ലാം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യും. അത്യത്ഭുതമാണ്. നമ്മൾ ചിന്തിക്കും തോറും നമുക്ക് അത്ഭുതം തോന്നും. എത്ര മനോഹരമായിട്ടാണ് ഈ ശരീരം എന്ന മെഷീൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വളർച്ചയെ ബാധിക്കുന്നു എങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് മനുഷ്യനെ, പുരുഷനെ സംബന്ധിച്ച് അവൻ മുതിർന്നു തുടങ്ങുമ്പോൾ, വിവാഹം കഴിക്കാനുള്ള പ്രായമൊക്കെ ആകുമ്പോൾ പുരുഷ ശരീരത്തിൽ കഴിച്ച ഭക്ഷണമാണ് ശുക്ലം, വീര്യം, രേജസ്. ഇത് മൂന്ന് പേരുണ്ട് അതിന്. വീര്യമെന്നും രേജസ്സെന്നും ശുക്ലമെന്നും പേരുണ്ട്. ഇത് ഉണ്ടാകുന്നത് കഴിച്ച ഭക്ഷണമാണ്. സ്ത്രീ ശരീരത്തിലും ഇതേ അന്നമാണ് അണ്ഡമായി മാറുന്നത്.
ഒരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും വിവാഹം നിശ്ചയിച്ചാൽ പിന്നെ വിവാഹത്തെ സംബന്ധിച്ച് നിശ്ചയിച്ചാൽ ആ പെൺകുട്ടി ജായയാണ്. ഇനി ആ ഭർത്താവിനെ പുനർജനിപ്പിക്കണം. അപ്പോൾ അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ആ പെൺകുട്ടിയെ പഠിപ്പിക്കണം. ആര്? അമ്മ, അച്ഛൻ. കഴിപ്പിച്ചയക്കലല്ല, മറിച്ച് ജീവിതത്തിൽ ഒരു ചരി വേണമില്ല. ഇനി എന്ത് ഭക്ഷണം നീ കഴിക്കുന്നുവോ ആ ഭക്ഷണമാണ് നിന്റെ സ്വഭാവം. ശരി, ആ കുഞ്ഞ് വീട് വിട്ട് മറ്റു വീട്ടിൽ പോകാൻ പോകുന്നു. ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ പോകുന്നതുകൊണ്ട് കുട്ടികൾക്ക് ആ പ്രശ്നമില്ല. പണ്ട് കാലത്ത് വിവാഹം നിശ്ചയിച്ചാൽ അമ്മാവന്റെ വീട്ടിൽ, ആന്റിയുടെ വീട്ടിൽ, പല വീട്ടുകളിലും മാറി നിൽക്കും. വീട്ടിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ ഒരു കുഞ്ഞിനുള്ള ട്രെയിനിങ് ആയിരുന്നു. നമ്മൾ അങ്ങനെ വിവാഹത്തിന് മുൻപ് നിശ്ചയിച്ചാൽ പല വീട്ടിലും വിരുന്നുണ്ണാൻ ഒറ്റയ്ക്ക് പോകും. ചെന്നാൽ അവരെന്താ ഈ കുഞ്ഞിന് കൊടുക്കുക? നിങ്ങളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരി വന്നാൽ എന്ത് ഭക്ഷണം കൊടുക്കുക? വേണ്ട. അവർ വിവാഹം കഴിഞ്ഞു, വധൂവരന്മാര് ആദ്യത്തെ 2-3 മാസം വിരുന്നുണ്ണൽ ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ വീട്ടിൽ നവദമ്പതികൾ വന്നാൽ നമ്മൾ എന്ത് ഭക്ഷണം കൊടുക്കുക? എന്താ കൊടുക്കുക? ഒന്നും അറിയാത്ത പോലെ. ഇപ്പൊ കുഴിമന്തി, ഗ്രില്ലിൽ വെച്ച് പൊള്ളിച്ചത്, ചിക്കൻ, മട്ടൻ, ബീഫ് ഒക്കെ കൊടുക്കും അല്ലേ? എല്ലാ കാര്യമാണ്. തറവാടിത്തത്തിന്റെ മഹിമ പറഞ്ഞാൽ തീരില്ല. പേരിന്റെ പിന്നിൽ വാല് നോക്കിയാൽ വലിയ വാല് കാണും. ഞങ്ങളുടെ തറവാട് എന്ന് പറഞ്ഞാൽ അറിയോ? അവര് കൊടുക്കുന്നതും ഇത് തന്നെ. എന്താ തറവാട്? ഈ കുട്ടികൾ ഇത് കഴിച്ചു. ഇത് കഴിച്ച് ഒരു ഭക്ഷണം കഴിച്ചാൽ അത് 36 ദിവസം കൊണ്ട് കൺവെർട്ടായി 41 ദിവസം കൊണ്ട് പൂർണ്ണത പ്രാപിക്കും. ഒരു പുരുഷനിൽ വീര്യം, സ്ത്രീയിൽ അണ്ടം ഒക്കെയാണ്. കഴിച്ച ഭക്ഷണമാണ്. ഈ ദിവസങ്ങളിൽ 6 മാസം 8 മാസം ഇവർ മിക്കവാറും ദിവസങ്ങളിൽ കഴിക്കുന്നത് എന്താ? ശരി, ഇവർ തമ്മിൽ ഒരു ദമ്പതിക്രിയ. ദമ്പതിക്രിയയ്ക്ക് ഒറ്റ ഉദ്ദേശമുള്ളൂ, കുട്ടികളെ മനസ്സിൽ കണ്ട് മാത്രം ആദ്യത്തെ ദമ്പതിക്രിയ. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വിവാഹം. അതുകൊണ്ടാണ് ജായ എന്ന് വിളിച്ചത്, അതുകൊണ്ടാണ് ദമ്പതി എന്ന് വിളിച്ചത്, അതുകൊണ്ടാണ് പതി എന്ന് വിളിച്ചത്. അതുകൊണ്ട് അതുവരെ ജീവിതത്തിൽ ശ്രദ്ധയോടെ ഭക്ഷണം കഴിച്ച് ഉണ്ടാക്കേണ്ടതിന് പകരം കണ്ണിൽ കണ്ടതെല്ലാം വിളിച്ചു വാരി കഴിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായതും കഴിച്ചത് എന്താണെന്നറിയാലോ? സ്വാഭാവികമായും ഉണ്ടാകുന്ന കുഞ്ഞിന്റെ സ്വഭാവം എന്തായിരിക്കും? കോഴി. എന്തായിരിക്കും സ്വഭാവം? എന്താ കഴിച്ചുകൊണ്ടിരുന്നത്? എന്താ നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തേ? എന്താ അവരുടെ ശരീരത്തിൽ മാറ്റം ഉണ്ടായേ? അമ്മ പറഞ്ഞു ഇതെന്താ പോത്തിന്റെ ജന്മം. ഈശ്വര, എന്താ സ്വഭാവം? ഒന്നും പറഞ്ഞാൽ മനസ്സിലാവണില്ല. പൂത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. നാഷണൽ ഹൈവേ കൂടെ പൂത്ത് പോയ വണ്ടിയൊക്കെ നിർത്തിയിട്ടുള്ളൂ. കാരണം അതിനോട് ഓണടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. പൂത്തിനോട് വേദം ഓതരുത്. ചില കുട്ടിയോട് താഴെ ഒന്നല്ല മുകളിലെ നിൽക്കുള്ളൂ. ആട്ടുമുട്ടാൻ എല്ലാത്തിനും ഒരു തുമ്പ് കടിക്കും. ഒന്നും പൂർണ്ണാക്കില്ല. ഇതൊക്കെ കണ്ടിട്ടേ നമുക്കുണ്ടായി ഈ ഒന്നിനെയാ നമ്മൾ 16-17 വയസ്സാവുമ്പോ എന്തൊരു സ്വഭാവം അത്. ആരെയും കുറ്റം പറയണം? എവിടെയാ ബേസിക് പ്രോബ്ലം? എവിടെയാ ഫണ്ടമെന്റൽ റീസൺ? എവിടെയാ? എവിടെന്നാ ഇതൊക്കെ ആരംഭിച്ചത്? ആരാ ഇതൊക്കെ കൊടുത്തത്? ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ ശുശ്രൂഷിക്കുക മാത്രമല്ല പിതൃയജ്ഞം. എങ്ങനെയാണോ എൻ്റെ അമ്മയും അച്ഛനും വിവാഹം കഴിച്ച് എന്നെ ഉണ്ടാക്കിയത്, അതുപോലെ ഞാൻ വിവാഹം കഴിച്ച് അടുത്ത തലമുറ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുന്നത് വരെ തപം ചെയ്യണം. സംശയമുണ്ടെങ്കിൽ മഹാഭാരതം എടുക്കുക, വായിക്കുക. ഹസ്തിനപുരത്തിൽ കുട്ടികളില്ലാത്തൊരവസ്ഥ വന്നു. 8 മിനിറ്റ് കൂടി ഉണ്ട്. ഹസ്തിനപുരത്തിൽ കുട്ടികളില്ലാത്തൊരവസ്ഥ വന്നു. ആ സമയത്ത് വിചിത്രവീര്യനും ചിത്രാംഗതനും മരണപ്പെട്ടു. അംബികയും അംബാലികയും 2 യുവതികൾ ആ രാജകൊട്ടാരത്തിന്റെ ഇരുട്ടുമൂടിയ അകത്തളങ്ങളിൽ ജീവിതം മുഴുവൻ നശിച്ച് ആ പെൺകുട്ടികൾ 2 പേർ. അംബ മുന്നേ പോയി. ഈ സമയത്താണ് സത്യവതി എന്ന് പറയുന്ന രാജമാതാവ് വിവാഹത്തിന് മുൻപ് തന്റെ ഭർത്താവായ ശന്തനുവിനുണ്ടായിരുന്ന പുത്രനായ ഭീഷ്മർ എന്ന് പറയുന്ന ആ വില്ലാളി വീരനെ, ഭീഷ്മർ എന്ന പേര് കിട്ടിയത് ഭീഷ്മവും ദാരുണവുമായ പ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ഭീഷ്മർ. ആ ഭീഷ്മരെ വിളിച്ചിട്ട് പറഞ്ഞു, ഭീഷ്മ ഒരു കാര്യം മനസ്സിലാക്കൂ, തലമുറകളില്ല. ഹസ്തിനപുരത്തിൽ ഇനി പാരമ്പര്യമുണ്ടാകില്ല. അതുകൊണ്ട് ക്ഷത്രിയന്മാർക്കിടയിലുള്ള ആചരണമായ ആപദ്ധർമ്മം എന്നുള്ള നിലയിൽ ആ രാജകുമാരിമാരിൽ മക്കളെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. ഭീഷ്മൻ പറഞ്ഞു, ഞാൻ ചെയ്യില്ല. ആജന്മ ബ്രഹ്മചാരിയായി ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തതാ. എന്റെ പ്രതിജ്ഞയിൽ നിന്ന് ഞാൻ പിൻവാങ്ങില്ല. നോക്കണേ, ആ വ്യക്തിയുടെ വ്യക്തിത്വം നോക്കണേ. ഈ സമയത്ത് സത്യവതി വിഷമിച്ചപ്പോൾ ഭീഷ്മർ പറഞ്ഞു കൊടുത്തൊരു വാക്കുണ്ട്, അമ്മ
ഒരു നല്ല ബ്രാഹ്മണനെ വിളിച്ചു വരുത്തി ആ ബ്രാഹ്മണനെ കൊണ്ട് മക്കളെ ഉണ്ടാക്കാമെന്ന ആവധർമ്മമുണ്ട്. പെട്ടെന്ന് സത്യവതിയുടെ മനസ്സിലൊരു ലഡ്ഡു പൊട്ടി. സത്യവതിക്ക് വിവാഹത്തിന് മുൻപ് പരാശരന് ഉണ്ടായൊരു പുത്രനുണ്ട്. ദ്വീപിൽ ജനിച്ചത് കൊണ്ട് ദ്വൈപായനും, കൃഷ്ണപക്ഷത്തിൽ ജനിച്ചത് കൊണ്ട് കൃഷ്ണദ്വൈപായനും, വേദങ്ങളെ രസിച്ചത് കൊണ്ട് വേദവ്യാസനുമായി തീർന്ന ആ വിശാല നേത്ര ഭാവമുള്ള ഭുല്ലാരവിന്ദായത വക്രനേത്ര എന്ന് നമ്മൾ വിളിക്കുന്ന വ്യാസ ഭഗവാൻ നല്ല ബ്രാഹ്മണനെ കൊണ്ട് മക്കളെ ഉണ്ടാക്കാം എന്ന ആപധർമ്മം നിയോഗം വഴി അത് സാധ്യമാണ് എന്ന വിധി പറഞ്ഞുകൊണ്ട് ഈ ഭീഷ്മർ പറഞ്ഞപ്പോ അമ്മ വല്ലാതെ സന്തോഷിച്ച് തൻ്റെ മകനായ വ്യാസനെ വിളിച്ചു വരുത്തി. വ്യാസനോട് പറഞ്ഞു, വ്യാസരെ, ഈ പെൺകുട്ടികളിൽ പുത്രോത്പാദനം ചെയ്യണം. വ്യാസൻ പറഞ്ഞു, അമ്മ പറഞ്ഞാൽ ഞാനത് ചെയ്യും. പക്ഷെ അമ്മ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ, മഹാഭാരതം ഒരിക്കലെങ്കിലും എടുത്ത് വായിക്കണേ. വ്യാസൻ പറഞ്ഞു, അമ്മ, ഒരു വർഷം ഈ രാജകുമാരിമാർ വ്രതശുദ്ധിയോടുകൂടി ജീവിക്കണം. ആ വ്രതശുദ്ധിയുടെ നൈർമല്യം, നിർമ്മലത്വം അവരിൽ ഉണ്ടാകുന്നത് എപ്പോഴാണോ അന്നേ നല്ല പ്രജ, നല്ല മക്കൾ, നല്ല സന്താനം ജനിക്കും അമ്മ. അതുകൊണ്ട് ഒരു കൊല്ലക്കാലത്തേക്ക് അവർ വ്രതം നോൽക്കട്ടെ. സത്യവതി പറഞ്ഞു, സമയമില്ല വ്യാസ, പെട്ടെന്ന് വേണം. ഒരു കുഞ്ഞ് ജനിച്ചാൽ മതി. ആ കുഞ്ഞിനെ പിൻപറ്റി ഭരണം നടത്താൻ ഭീഷ്മരുണ്ട്, ഞാനുണ്ട്. പക്ഷെ കുഞ്ഞ് ജനിക്കണം. വ്യാസൻ പറഞ്ഞു, അമ്മ, നല്ല കുഞ്ഞ് ജനിക്കില്ല അമ്മ, നല്ല സന്താനം ഉണ്ടാകില്ല അമ്മ. അതിന് ഒരു വർഷത്തിന്റെ വ്രതം നോൽക്കണം അമ്മ. സത്യവതി സമ്മതിച്ചില്ല. സത്യവതിയുടെ നിർബന്ധത്തിന് ഒരിക്കലും സ്വീകരിക്കാൻ മനസ്സില്ലാത്ത പെൺകുട്ടികളുടെ അടുത്തേക്ക് ഈ വ്യാസൻ ചെന്നപ്പോൾ ആ പെൺകുട്ടികൾ മനസ്സുകൊണ്ട് സ്വീകരിച്ചില്ല, ശരീരം കൊണ്ട് സ്വീകരിച്ചാലും 2 മക്കൾ ജനിച്ചു, ധൃതരാഷ്ട്രനും പാണ്ഡുവും. എവിടെയാ പ്രശ്നം? ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ സ്വീകരിക്കാൻ വലിയ കഷ്ടമാണ്. സ്ത്രീകൾ ഒരു പുരുഷനെ സ്വീകരിക്കുക എന്നത് വലിയ കഷ്ടം. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാതെ ഒരിക്കലും നിങ്ങൾ ദയവ് ചെയ്ത് വിവാഹം നടത്തരുത്. ഒരിക്കലും. ഏതെങ്കിലും ഒരുത്തനെ കണ്ടാൽ അവനെ കെട്ടിച്ചു കൊടുക്കണമെന്നല്ല പറഞ്ഞത്. നമ്മളുടെ പ്രാജാപത്യം എന്ന് പറയുന്ന വിവാഹ സങ്കല്പത്തിൽ വീട്ടുകാർ കണ്ട് നിശ്ചയിക്കപ്പെടുന്ന വിവാഹമാണ് പ്രാജാപത്യം. ഈ പ്രാജാപത്യം യോഗ്യമാകുകയും പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടണം. പുളിങ്കൊമ്പാന്നും പറഞ്ഞ് ഈ കുട്ടിയുടെ ചെവിയിലേക്ക് അങ്ങനെ നമ്മൾ സ്ക്രൂ മുറുക്കി നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കരുത്. ഒരു പെൺകുട്ടി മനസ്സറിഞ്ഞ് ആൺകുട്ടിയെ സ്വീകരിക്കണം. ആ സ്വീകാര്യത്തിൽ നിന്ന് മാത്രമാണ് നല്ല സന്താനം ജനിക്കുക. അതുകൊണ്ടാ ഇന്നും പറയുന്ന, വിവാഹം കഴിഞ്ഞാൽ 41 ദിവസം വ്രതശുദ്ധിയോടുകൂടി ജീവിച്ച് നല്ല ഭക്ഷണം കഴിച്ച് നല്ല കാലത്തെ കാത്തിരുന്ന് നല്ല മുഹൂർത്തം വരുന്ന സമയത്ത് പൂർവ്വ പ്രപിതാക്കളുടെ അനുഗ്രഹം മേടിച്ച് ഒരുമിച്ച് ചേരുന്ന ദമ്പതി ക്രിയയാണ് ഗർഭാധാനം. എവിടെയുണ്ട്? എങ്ങനെയാ നമുക്ക് നല്ല തലമുറ ഉണ്ടാവുക? എങ്ങനെയാ നല്ല സന്താനമുണ്ട്? സന്താനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മറക്കരുത്. തനു വിസ്താരെ എന്ന് പറഞ്ഞേ. തനു, ശരീരം. പെൺകുട്ടികൾക്ക് പേരില്ലേ? തനു, തനുശ്രീ ഇല്ലേ? എന്താ തനു? ശരീരമാണ്. ഈ ശരീരത്തെ വിസ്തരിപ്പിക്കുന്നു. ആര്? ഒരു പുരുഷന് തോന്നുകയാണ്, എന്റെ ശരീരത്തെ വിസ്തരിപ്പിക്കണം, എനിക്ക് വീണ്ടും ജനിക്കണം. എനിക്ക് വീണ്ടും ജനിക്കണമെങ്കിൽ എന്നെ വീണ്ടും ജനിപ്പിക്കാൻ പറ്റിയ ഒരുവളെ എനിക്ക് വേണം. അതിനുവേണ്ടി അവളെ അന്വേഷിച്ച് നടക്കും. ഏതെങ്കിലും ഒരുവളെ കിട്ടിയിട്ട് കാര്യമില്ല, എന്നെ പുനർജനിപ്പിക്കാൻ പറ്റിയ ഒരുവളെ വേണം. അതിനെയാണ് ഞായറാഴ്ച തോറും നമ്മുടെ നാട്ടിൽ പറയില്ലേ, പെണ്ണ് കാണാൻ നടക്കുക എന്നൊക്കെ, ചായ കുടിക്കാൻ പോവാന്നൊക്കെ. അതിനെയാണ് ഈ പറയണത്. ഒരു പുരുഷൻ തന്നെ പുനർജനിപ്പിക്കാൻ പറ്റിയ ഒരു ജായയെ തേടും. ആ ജായ, ആ പെൺകുട്ടിയാണ് ഇവനെ പുനർജനിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത് പുരുഷനാണ്. എന്താ പറഞ്ഞേ? ആൺകുഞ്ഞും പെൺകുഞ്ഞുമായി ജനിച്ചത് ആരാ? അച്ഛനാണ്. പുരുഷനാണ് ജനിക്കുന്നത്. പുരുഷനെ ജനിപ്പിക്കുന്നവളാണ് ജായ. അതാ സ്ത്രീയുടെ ധർമ്മം. ശ്രദ്ധിക്കൂ, ഈ ബോധമുള്ള ഒരു അച്ഛൻ വീട്ടിലുണ്ടായാൽ ആ കുട്ടികളുടെ ഭാഗ്യം എന്താ? ചില അച്ഛന്മാരൊക്കെ പറയും, നിന്റെ മക്കളല്ലേ, നീ നോക്കിക്കോ. നിന്റെ മക്കളോ? നിങ്ങളാ മനുഷ്യ പുനർജനിച്ചതെന്നൊന്ന് പറയാൻ അറിയണ്ടേ? നിങ്ങളെ പുനർജനിപ്പിക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് വിവാഹം കഴിഞ്ഞാൽ, മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഭർത്താവ് പോലും ഭാര്യയെ അമ്മ എന്ന് വിളിക്കും. സംശയമുണ്ടോ?
അല്ലെങ്കിൽ നമ്മുടെ അച്ഛനെ കുറിച്ചൊന്ന് ആലോചിക്കും. ഒരു 40 വയസ്സ് കഴിഞ്ഞവരൊന്ന് ആലോചിക്കും. നമ്മുടെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മയെ എടി പോടി വാടി എന്തടി എവിടെടി എങ്ങനെടി എന്നൊന്നും പറയില്ല. മറിച്ച് എന്താ പറയാ? അമ്മ എവിടെ? അമ്മയോട് വരാൻ പറ, അമ്മയോട് ചായ വെക്കാൻ പറ, അമ്മയോട് അച്ഛൻ വന്നു എന്ന് പറ, അമ്മയോട് എന്താ വാങ്ങണ്ടേന്ന് ചോദിക്കൂ, അമ്മയോട് പൂവല്ലെന്ന് ചോദിക്കൂ. അമ്മ എവിടെ? അമ്മ എന്നല്ലാതെ നമ്മുടെ മുന്നിൽ വെച്ച് നിരക്ഷര കുച്ചിയായ അക്ഷരം എഴുതാൻ അറിയാത്ത നമ്മുടെ അച്ഛൻ എന്നെങ്കിലും നമ്മുടെ മുന്നിൽ വെച്ച് മോശമായ ഒരു വാക്കുച്ചരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഭാര്യയെ, സ്വന്തം ധർമ്മപത്നിയെ പോലും മാതൃസ്ഥാനത്തിൽ കാണുന്നത് എന്നെ പുനർജനിപ്പിച്ചവളാ. ആ ശരീരം മുഴുവൻ എത്ര കഷ്ടം അനുഭവിച്ചിട്ടാണ് അവൾ എന്നെ പുനർജനിപ്പിച്ചത്. ആ ശരീരത്തിന്റെ സൗന്ദര്യം, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ സർവ്വതും ആരോഗ്യം മുഴുവൻ നശിപ്പിച്ച് എന്നെ പുനർജനിപ്പിച്ച അവളെ മാതൃഭാവത്തിൽ കണ്ട് പരിപാലിക്കുന്നവനാണ് പിതാവ്, ഭർത്താവ്. അതുകൊണ്ട് പുരുഷനോടാണ് മനു പറഞ്ഞത്, ഇത് സ്ത്രീ വായിക്കേണ്ടതല്ല. മനുസ്മൃതിയില് പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വതന്ത്രമർഹതി. ഇത് സ്ത്രീയോട് പറഞ്ഞതല്ല, പുരുഷന് കൊടുത്ത നിയമാവലിയാണ്. ഇത് സ്ത്രീകൾക്കുള്ള ഒരു സോഷ്യൽ ഇൻഷുറൻസ് ആണ്. സ്ത്രീകളോട് എങ്ങനെ വേണമോ പുരുഷ നീ ജീവിക്കാൻ എന്ന് പുരുഷനോട് പറഞ്ഞതാ. അത് സ്ത്രീ വിചാരിച്ചു സ്ത്രീയോടാന്ന് അല്ല, അത് പുരുഷനോടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ആണ്, പുരുഷനുള്ള നിയമമാണ്. സ്ത്രീയെ അച്ഛൻ സംരക്ഷിക്കണം, ഭർത്താവ് സംരക്ഷിക്കണം, പുത്രൻ സംരക്ഷിക്കണം. അരുത്, സ്ത്രീ അരുത്, സ്വതന്ത്രം. അവൾ സ്വന്തം തന്ത്രപ്രകാരം ജീവിക്കാൻ ഇടവരരുത്. അവൾ ജോലിക്ക് പോയാലേ വീട്ടിൽ അടുപ്പ് പുകയു എന്ന സ്ഥിതി ഉണ്ടാകരുത്. അവളെ കാലാകാലങ്ങളെ സംരക്ഷിക്കണേ പുരുഷ എന്ന് പുരുഷനോട് പറഞ്ഞതാ. ഇത് സ്ത്രീകൾ വായിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് സ്ത്രീയോട് പറഞ്ഞതല്ല. നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താണെന്നറിയോ? മനുസ്മൃതിയിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. എന്താ പറഞ്ഞേ? ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത. സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. സ്വസ്യതന്ത്രമാണ്, സ്വതന്ത്രമാണ്. സ്വന്തം തന്ത്രപ്രകാരം ഒരു സ്ത്രീ ജീവിക്കാൻ ഇടവരരുത്. ഇത് പുരുഷനോടുള്ള വാണിംഗ് ആണ്, സ്ത്രീക്കുള്ള സോഷ്യൽ ഇൻഷുറൻസ് ആണ്. മനസ്സിലാക്കണേ, അതാ ഈ സംഭവിച്ചത്. അതുകൊണ്ട് അവളെ ഞാൻ എൻ്റെ മാതൃസ്ഥാനിയായി കാണും. കാരണം എന്നെ പുനർജനിപ്പിച്ചതാണ്. നമ്മളൊന്ന് ഓർക്കൂ, ഈ അച്ഛന് ഈ ബോധം വേണ്ടേ? ഈ ആൺകുഞ്ഞും പെൺകുഞ്ഞും എൻ്റെ ശരീരം വിസ്തരിച്ചു. അപ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് സന്താനം. മനസ്സിലായോ? സന്താനം, സത്സന്താനം. നല്ല സന്താനം ജനിക്കണം. അത് കഴിഞ്ഞ് എങ്ങനെ വേണേലും ജീവിച്ചോ, കുട്ടി നന്നായില്ല. ക്ലിയറാണോ? 2 മിനിറ്റ് കൂടി കേട്ടിരിക്കും. നിങ്ങളൊരു കാറ് വാങ്ങാൻ തീരുമാനിച്ചു. എന്താ വാങ്ങാൻ തീരുമാനിച്ചേ? കാറ്. ഒരു കാറ് വാങ്ങാൻ തീരുമാനിച്ചാൽ ആ കാർ ആദ്യം മനസ്സിൽ ജനിക്കും, ശരിയല്ലേ? കണ്ണിൽ കാണും, ശരി. ഒരു കാറ് വാങ്ങാൻ തീരുമാനിച്ചാൽ അതിന് പണം വേണം, ഫണ്ട് വേണം. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യും, പണം സമ്പാദിക്കും. 1-2 കൊല്ലക്കാലത്തെ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ പണമുണ്ടാക്കി ശ്രദ്ധിച്ച് നമ്മളൊരു കാറ് വാങ്ങും. നീ പറഞ്ഞ ശ്രദ്ധിക്കണേ. ഈ കാറ് നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ ചില ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ നോക്കും. ഈ കാറിന്റെ ഫീച്ചേഴ്സ് എന്താ, ഇതിന്റെ റീസെയിൽ വാല്യൂ എന്താ, ഇതിന്റെ പാർട്സ് കിട്ടാനുണ്ടോ, ഇതിന്റെ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി നമ്മളൊരു കാറ് വാങ്ങി. ഒരു കാറിന്റെ ആയുസ് എത്രയാ? കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ക്രാപ്പ് പോളിസി ഉണ്ട്. സ്ക്രാപ്പ് 15 വർഷമാ, വേണമെങ്കിൽ 20 വർഷം വരെ നിങ്ങൾക്കൊരു വാഹനം കൊണ്ട് നടക്കാം. 20 വർഷം ആയുസ്സുള്ള ഒരു കാറ് വാങ്ങാൻ എത്ര വലിയ ചർച്ച, ശ്രദ്ധ, പരിശ്രമം, അന്വേഷണം, പണമുണ്ടാക്കാനുള്ള, അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ. ഒരു വീട് വെക്കാൻ തീരുമാനിച്ചു. വീട് ആദ്യം എവിടെ ജനിക്കും? മനസ്സിൽ ജനിക്കും. ആ മനസ്സിലുള്ള വീടിനെ നമ്മളൊരു പേപ്പറിൽ, അതറിയാവുന്ന ഒരാളെ കൊണ്ട് വരപ്പിക്കും. ആ വീടിന് വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ അതിനൊരു ടാർഗറ്റ്. ആ ബഡ്ജറ്റിനനുസരിച്ച് ഞാൻ ജോലി ചെയ്ത് 2, 3, 4 വർഷം കഷ്ടപ്പെട്ട് ഞാൻ പണമുണ്ടാക്കി എൻ്റെ ജീവിതത്തിലെ സർവ്വ ശ്രദ്ധയും കൊടുത്ത് വലിയ ശ്രദ്ധയോടെ ഞാനൊരു വീട് പണിയാൻ ആരംഭിക്കും. പണിയുന്ന സമയത്ത് അതിൻ്റെ മുക്കും മൂലയും ഞാൻ ശ്രദ്ധിക്കും. അതിന് വാങ്ങുന്ന മെറ്റീരിയൽ എല്ലാം നല്ലതാണെന്ന് ഞാൻ ഉറപ്പുവരുത്തും. അത് ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടാ ഒരു വീട് പണിയുന്നേ. ഒരു വീടിൻ്റെ ആയുസ് എത്രയാ? 30 വർഷം. പണ്ട് 60 ആയിരുന്നു, അതിനു മുമ്പ് 120 ആയിരുന്നു. ഇപ്പോഴത്തെ മെറ്റീരിയലിന്റെ ഗുണമനുസരിച്ച് ഇപ്പൊ 30 വേണ്ട, പണിത് 1 കൊല്ലാകുമ്പോഴേക്കും ചോർച്ച തുടങ്ങും.
അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്നെടുക്കും. 30 വർഷത്തേക്കുള്ള ഒരു വീടിന് നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ, നമ്മൾ കൊടുക്കുന്ന പരിശ്രമം, 20 വർഷത്തേക്കുള്ള ഒരു വാഹനത്തെ നമ്മൾ കൊണ്ടു നടക്കുന്ന ശ്രദ്ധ, പരിശ്രമം. ശതായു പുരുഷ, 100 വയസ്സാണ് മനുഷ്യന്റെ ആയുസ്. 100 വർഷം ജീവിച്ചിരിക്കേണ്ട ഒരു കുഞ്ഞിന് വേണ്ടി വല്ല ശ്രദ്ധയുണ്ടോ? വല്ല പരിശ്രമമുണ്ടോ? വല്ല അന്വേഷണമുണ്ടോ? വല്ല തയ്യാറെടുപ്പുണ്ടോ? ഒരു വീടിന് കൊടുക്കുന്ന ശ്രദ്ധ പോലും ഇല്ല. ചർച്ച, എത്ര വലിയ ചർച്ചയാണ് രണ്ടുപേരും കൂടി ഇരുന്ന് ചെയ്യണത്. നോക്കൂ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണുന്ന വിചിത്രമായ വാശി, കുട്ടികളുടെ ഹൈപ്പർ, കുട്ടികളുടെ ആൻസൈറ്റി, കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, കുട്ടികളുടേതായിട്ടുള്ള കാമവാസനകൾ, കുട്ടികൾക്ക് അനിയന്ത്രിതമായ സെക്ഷുവൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് ഇന്നുണ്ടാകുന്ന വിചിത്ര സ്വഭാവങ്ങൾ, കുട്ടികൾക്കുണ്ടാകുന്ന സർവ്വവിധത്തിലുള്ള വിചിത്ര സ്വഭാവത്തിന്റെയും തുടക്കം എവിടെയാണ്? ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, അതുകൂടി കേട്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ആവാം. ഇത്രയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഇത് നിത്യകർമ്മത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പൂർവികന്മാർ എന്നോ എഴുതിയതാ. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും ഞാൻ പുതുതായി ഉണ്ടാക്കിയതല്ല. പുതുതായ ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. സംശയമുള്ളവർ മൊബൈൽ ഫോണിൽ തൈത്തീരിയ ഉപനിഷത്ത് എന്ന് അടിക്കണം. അതിന് 20 വയസ്സ്, 22 വയസ്സ്, 25 വയസ്സുള്ള ശിഷ്യന്മാർ ആശ്രമത്തിൽ നിന്ന് പോകുന്നു. ഗുരു ആ ശിഷ്യന്മാരെ അടുത്ത് വിളിക്കും. എന്നിട്ട് ആ ശിഷ്യന്മാരോട് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. 10 മന്ത്രങ്ങൾ അവർക്ക് പറയും. ആ മന്ത്രങ്ങളാണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ, സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാന്മ പ്രമത. ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് നീ പോയി പ്രജാതന്തുക്കളെ ഉണ്ടാക്കണം. പ്രജ എന്ന് പറഞ്ഞാൽ പ്രകർഷേണ ജായ, പ്രത്യേകമായി ജനിക്കുന്നതാണ് പ്രജ. നമുക്കൊക്കെ പിള്ളേര് എങ്ങനെ ഉണ്ടായി പോണതാ? അല്ല, പ്രത്യേകമായി ജനിക്കണം. വിളിച്ചു വരുത്തുന്ന അതിഥിയെ പോലെ ജീവിതത്തിൽ വരണം. പ്രാർത്ഥിച്ച് വ്രതം നോറ്റ് ഉണ്ടാകണം. അങ്ങനെ പ്രജാതന്തുക്കളെ ഉണ്ടാക്കൂ. അപ്പൊ പ്രജാതന്തുക്കളെ ഉണ്ടാക്കുമ്പോൾ നീ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നീ വീട്ടിൽ ചെന്ന് ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിക്കണം. അപ്പോൾ നീ കുറേ പ്രശ്നങ്ങൾ നേരിടും. ഈ പ്രശ്നങ്ങൾക്ക് നീ ചില പരിഹാരങ്ങൾ ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം. എന്ത് ഭംഗിയാണറിയും. ആദ്യത്തെ വല്ലി ശിക്ഷാവല്ലി. 3 വല്ലികളാണ് കൈത്തിരിയം. 1ാമത്തെ വല്ലി ഒരു 12 ക്ലാസ് 13ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് കഥയായിട്ടൊക്കെ വായിക്കാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കും. എന്നിട്ട് പറയൂ, ഈ പറഞ്ഞ കാര്യമല്ലാതെ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു. നമ്മുടെ പാരമ്പര്യമാണ്. വിവാഹം കഴിച്ച് നമ്മളൊരു കുടുംബമായി ജീവിക്കുന്നുവെങ്കിൽ ദയവ് ചെയ്ത് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തെ മനസ്സിലാക്കണം. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നൊരു ബോധ്യം നമ്മുടെ മക്കളോട് പറയണം. നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യണം. മാറുന്ന കാലത്തിൽ ഇനി എന്താ ഇനിയൊരു പ്രതീക്ഷയുണ്ട്. നമ്മുടെ പാരമ്പര്യം അത്ര ശ്രേഷ്ഠമാണ്, അത്ര പവിത്രമാണ്. ഈ പവിത്രമായ ഈ ഒന്നിനെ നമ്മൾ സംരക്ഷിച്ചാൽ അടുത്ത തലമുറ രക്ഷപ്പെടും എന്ന കാര്യത്തിൽ ഉറപ്പ്. ശരിയാണ്. അപ്പോ 4 കർമ്മങ്ങള്: നിത്യം, നൈമിത്തികം, കാമ്യം, പ്രായശ്ചിത്തം. പ്രായശ്ചിത്ത കർമ്മം ചെയ്യേണ്ടി വരുന്നത് ചെയ്യരുതാത്തത് ചെയ്താലും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലുമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ആദ്യം പറഞ്ഞ നിത്യകർമ്മം. നിത്യകർമ്മങ്ങൾ 5 എണ്ണമാണ്. അതിനെയാണ് പഞ്ചമഹായജ്ഞം എന്ന് പറയുക. പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുവാനാണ് വിവാഹം. 5 കാര്യങ്ങളിൽ 1ാമത്തത് ഞാൻ ജനിക്കാൻ കാരണമായ അച്ഛനമ്മമാർക്ക് ശുശ്രൂഷിക്കുക എന്നതാണ്. ശുശ്രൂഷ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 2, അവരെങ്ങനെ വിവാഹം കഴിച്ച് എന്നെ ഉണ്ടാക്കിയോ അതുപോലെ ഞാൻ വിവാഹം കഴിച്ച് വിധി അനുസരിച്ച് അടുത്ത തലമുറയെ ഉണ്ടാക്കണം. ആ വിധി എന്താണ്? അതിൽ ചില ഭാഗങ്ങളാണ് ഈ 1 മണിക്കൂറും 20 മിനിറ്റ് കൊണ്ടും പറഞ്ഞത്. മനസ്സിലായോ? എനിക്കറിയില്ല. എന്നാലും വെറുതെ തലയോട്ടാട്ടം. എൻ്റെ ഒരു സന്തോഷത്തിനാണ്. എല്ലാം മനസ്സിലായി എന്നുള്ള സന്തോഷത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞതിൻ്റെ ബാക്കി നിങ്ങൾ ഓർത്ത് വെക്കണേ. പിന്നെ എന്തെങ്കിലും വിളിക്കുമ്പോൾ എപ്പോൾ വിളിച്ചാലും എനിക്ക് വേറെ പണിയൊന്നുമില്ല. അതൊക്കെ തന്നെ പണിയുള്ളൂ. അപ്പോളോ ടൈൽസിലൊരു പണി ഉണ്ടായിരുന്നു, അത് നിർത്തി. ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇഷ്ടമില്ലാത്തത് നിർത്തി, ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് നടക്കുക. അപ്പം അതുകൊണ്ട് എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് പണി. എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. ഈ പഞ്ചമഹായജ്ഞങ്ങൾ വലിയ വിഷയമാണ്. 20 മണിക്കൂർ ചുരുങ്ങിയത് വേണം എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലായി പോകാൻ. അതിലൊരു വിഷയമാണ് കഴിഞ്ഞ പ്രാവശ്യം ക്ഷേത്രോപാസന പറഞ്ഞത്. അത് അതിൻ്റെ ഉള്ളിലത്തെയാണ്.
അതെനിക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ല ക്ഷേത്രോപാസന. അപ്പോൾ നമുക്ക് ഈ കേട്ടിടത്തോളം ഒന്ന് മനസ്സിൽ വെക്കണം, ഒന്ന് ചർച്ച ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എൻ്റെ നമ്പർ അറിയുന്നവരുണ്ട്, വാട്സാപ്പൊക്കെ ഉണ്ട്, തീർച്ചയായിട്ടും എഴുതി ചോദിക്കാം. ഇതെന്താ ഇങ്ങനെ, ഈ പറഞ്ഞതിൽ ഇന്നൊരു സംശയമുണ്ട്, അപ്പോൾ വോയിസ് ഇടാം, കേട്ടോളൂ. ഇനി ആദ്യം സംശയം വന്നാൽ വീണ്ടും ചോദിക്കൂ. അപ്പോൾ എനിക്കും പഠിക്കാൻ കൂടുതൽ സൗകര്യം ഇങ്ങനെയുണ്ട് അല്ലേ, അപ്പോൾ അതന്വേഷിക്കാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പഞ്ചമഹായജ്ഞങ്ങൾ നല്ലപോലെ പഠിക്കാം. അതിന് സാധ്യമാകട്ടെ. അതിന് ആഗ്രഹമുള്ള ഒരു തലമുറയുണ്ട്. നമ്മുടെ കുട്ടികൾ നിസ്സാരക്കാരൊന്നുമല്ല, അവർക്ക് എല്ലാ അറിവും ഉണ്ട്. ചെറിയ ചില കാര്യങ്ങൾ കൂടി അവരോടൊന്ന് സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ച് ഈ നിർബന്ധ ബുദ്ധിയാ വിളിച്ചുകൊണ്ട് വരണം. നമ്മളെയൊക്കെ അടിച്ച് ഇടിച്ചു അല്ലേ ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് ആരപ്പത്ര ഇഷ്ടപ്പെട്ടു പോയത്, നമുക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. നമുക്ക് ഈ അടിച്ചിടിച്ച് കൊണ്ടുവരാനുള്ള നിർബന്ധ ബുദ്ധി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കുട്ടികളെ അവിടെ ഇരുന്നത് കൊണ്ടുപോകും. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തിരി നിർബന്ധ ബുദ്ധി നമ്മുടെ കുട്ടികളുടെ കാലത്തിലൊക്കെ ഒന്ന് കാണും. ഇത്തിരിയൊക്കെ സ്വാർത്ഥത വേണ്ടത്. അപ്പോൾ ആ സ്വാർത്ഥതയൊക്കെ കാണിച്ച് നമുക്ക് നല്ല ഒരു സ്വസ്ഥമായ ജീവിതം നമുക്ക് ഉണ്ടാവട്ടെ, നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ, നല്ല പണം ഉണ്ടാവട്ടെ. ഇഷ്ടംപോലെ പണം ഉണ്ടാക്കണേ. കുട്ടികളോട് പണം 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 ഇഷ്ടംപോലെ ഉണ്ടാക്കണം. പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകെ പോരുത്. ഇപ്പോൾ ഒരടിക്ക് 2000 ഉറുപ്പിയൊന്നും അല്ല, എത്ര ഉറുപ്പിക വേണമെങ്കിലും തരാൻ പറ്റുന്നവരുണ്ടാവണം. ഒരു സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഫ്ലക്സ് അടിച്ചു വെക്കേണ്ട സ്ഥിതിയാണ്. ഇത് പറഞ്ഞാൽ മുഖം മുപ്പിച്ചു പോകും, പിന്നീട് വരില്ല. എന്നാൽ പോണ വഴിക്കൊന്ന് വായിച്ചോട്ടെ എന്ന് വെച്ചിട്ടായിരിക്കും അമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞത്. കൊടുത്തോളൂ, കൊടുത്താൽ കിട്ടും. നിങ്ങൾ ഉറപ്പിച്ചോളൂ. മനസ്സറിഞ്ഞ് 2000 കൊടുക്കും, നാളെ 4000 കൊടുക്കും, കിട്ടുന്ന. പക്ഷെ മനസ്സറിഞ്ഞ് കൊടുക്കണം. പോയല്ലേ ഈശ്വര, അപ്പോൾ പോയില്ലേ ഉണ്ടാവുള്ളൂ. മനസ്സറിഞ്ഞ് കൊടുക്കും. ഭഗവാന്റെ കാര്യത്തിനല്ലേ നമുക്ക് നല്ലത് വരും, നമുക്ക് നല്ലത് പറ്റും. അല്ലെങ്കിൽ അടുത്ത മാസമെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 2000 കൊടുക്കേണ്ടി വരില്ല, ഇല്ലെങ്കിൽ 4000 കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏത് വേണം നമുക്ക്? നമ്മുടെ ഒരു കാര്യം ഭഗവത് കാര്യത്തിന് വേറെ ആരുടെ വീട്ടിലേക്കല്ല. ഞാനിത് 2-3 പ്രാവശ്യം വായിച്ചു. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് എന്തിനീ 2000 ഒക്കെ? ഇന്നൊരു ഹോട്ടലിൽ കയറിയ 4000 ബില്ലാവുന്നതാണ്. അപ്പോൾ ഒരു 5000 10,000 ഒക്കെ എഴുതണ്ടേ? എൻ്റെ ഒരു ജ്യൂസ് കുടിച്ചേ 200 രൂപ കൊടുക്കണം. എന്തൊരു ചെലവാണ്. നമ്മുടെ വീട്ടിലുണ്ട്. ഭഗവത് കാര്യത്തിന് 1% മാസം കിട്ടുന്ന ശമ്പളത്തിൽ ഒരു ഭാഗം മാറ്റിവെക്കണം എന്നാണ്. 1%. 100 രൂപ കിട്ടി 1 രൂപ മാറ്റിവെക്കുക. 1000 കിട്ടിയാലോ 100 രൂപ മാറ്റിവെക്കൂ. 1,00,000 ഉണ്ടെങ്കിലോ പിന്നെ കണക്കൂട്ടറിയാലോ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ച് നമ്മൾ ഈ ഭഗവാന്റെ കാര്യം ഒന്ന് നല്ലോണം പോട്ടെ. നമുക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ വേണം. അതിന് മനസ്സറിഞ്ഞ് കൊടുക്കാൻ പറ്റട്ടെ. കൊടുക്കുന്നതിൻ്റെ ഇരട്ടി തിരിച്ചു കിട്ടും. അപ്പോൾ പിന്നെ കൊടുക്കാൻ എത്ര വേണമെന്ന് മനസ്സിൽ ആലോചിക്കൂ. അതിന് സാധ്യമാകട്ടെ. അതിന് ശക്തി സ്വരൂപിണിയായ ദേവി അനുഗ്രഹം തരും എന്ന ഉറപ്പോടുകൂടി വാക്കുകളൊക്കെ സംഭരിക്കുന്നു. നന്ദി, നമസ്കാരം.